വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? How many of you believe that? അടുത്ത ആൾക്ക് കൈ കൊടുത്ത് പറഞ്ഞ ഫുൾ ഗോസ്പലാ. We are in full gospel. ഹല്ലേലൂയ. Hallelujah. പിന്നെ അതിന്റെ അപ്പുറത്ത് ഒരു കാര്യം കൂടെ നമുക്ക്, ഇന്ന് അവന് ഉയർത്തെഴുന്നേറ്റ് എന്റെ ഉള്ളത്തിൽ ജീവിക്കും. Not only that, he is risen and is living in me. അപ്പൊ ഞാൻ പലപ്പോഴും ഇങ്ങനെ പറയും, വരുവാൻ പോകുന്ന ഒരു കർത്താവിനെ അല്ല ഞങ്ങൾ കാത്തിരിക്കുന്ന, ഉള്ളത്തിൽ വസിക്കുന്നവന്റെ കൂടെ വസിക്കുക. Therefore I always encourage you, we are not waiting for a king that is yet to come. We are living with the one who is living inside of us. കൂടെ ഉള്ളവന് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ മറ്റൊരു കാര്യത്തിലേക്ക് നോക്കിയിരിക്കുന്നത്? If he is already in us, why do we have to look for him? നിശ്ചയമില്ലാത്തവർ നോക്കിയിരിക്കുന്നു. Those who are not sure of his presence within them, എന്റെ ഭാര്യ look for എന്റെ him. കൂടെ താമസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഭാര്യയ്ക്ക് വേണ്ടി നോക്കിയിരിക്കേണ്ട കാര്യമില്ലല്ലോ. If my wife is living with me at home, I don't have to look for her. ലീന സഹോദരി ഇവിടെ ഉണ്ടോ ഇപ്പം? ആ നോക്കിയിരിക്കും, കൂടെ ഇല്ലാത്തത് കൊണ്ട്. Because his pastor's wife is not there, he might be looking for her. ലീന നല്ലൊരു ശുശ്രൂഷകയാണ്. Lena is also a good minister of the Lord. അവരുടെ മക്കളും എല്ലാം ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. All their children are also associated. എന്തൊരു ഭാഗ്യമല്ലേ ഒരു ഭവനത്തിനകത്തുള്ള എല്ലാവരും, ഭാര്യയും ഭർത്താവും മക്കളും എല്ലാം ശുശ്രൂഷകരായി തീർന്നാൽ. How blessed it is, the entire family part of worship. അങ്ങനെ അല്ലെങ്കിൽ ഇന്ന് തൊട്ട് ആഗ്രഹിച്ചോണം, എന്റെ വീടിനകത്തുള്ള മൊത്തം എണ്ണവും കർത്താവിന്റെ വേലയിൽ നിൽക്കണം. From today, desire that everyone in my family will be in the service of the Lord. അതിനൊക്കെ ഈ തലയായിരിക്കുന്ന ആളും അമ്മേനും ഒക്കെ അതിന് ഉത്തരവാദിത്വം കാണിക്കണം. വീട്ടിൽ ഇരുന്നുകൊണ്ട് ഞാൻ എപ്പോഴും പറയാം, വേണ്ടാധീനങ്ങൾ, തലയായിരിക്കുന്ന വ്യക്തികൾ വേണ്ടാധീനങ്ങൾ പറയരുത്. പാസ്റ്ററിന്റെ കുറ്റവും ചർച്ചിന്റെ കുറ്റവും ഒന്നും ഇരുന്ന് വീട്ടിൽ ഇരുന്ന് പറയരുത്. പിന്നെ പിള്ളേർക്കൊന്നും ഒരു താല്പര്യം തോന്നില്ല. And for that to happen, there is great responsibility upon the head of the house. We must ensure that we don't talk negatively, unnecessarily, especially against the men of God at our home. നമുക്ക് ചിലപ്പോൾ രസമായിട്ട് തോന്നും. കാര്യം ശരിയായി അടുത്തിലെ ആൾക്കടുത്ത് ശരിയായ വ്യക്തികൾ ഒറ്റ ഒരാൾ പോലും ഈ ഭൂലോകത്തിലൊന്നും ശരിയായ ഒറ്റ ഒരുത്തനും ഇല്ല. There is not a single good person ശരിയാകാനില്ലേ in this world or a പഴയ good തിരുവല്ലയിലെ pastor. അടിപിടി മൊത്തം പോയോ? ഇല്ല, മൊത്തം പോകത്തില്ല. പക്ഷെ ഒരുത്തൻ അവന്റെ രക്തം കൊണ്ട് നമ്മളെ വിലയ്ക്കുവാൻ. There is someone who has redeemed us with his blood. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറ, കണ്ട ഇരിപ്പ് കണ്ടാലേ അറിയും ശരിയല്ലെന്ന്. The way you sit, we know you're not right. കണ്ടാലേ അറിയാം ശരിയല്ലെന്ന്. ആ മോഹോ അതിന്റെ ഭാവവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ കുറ്റം പറയാനുള്ളൊരു മനസ്സുമായിട്ടാണ് ഇരിക്കുന്നത് കാണുമ്പോഴേ അറിയാം. We know that you're sitting here with a critical mind. ആരും ശരിയല്ല. No one is perfect. പക്ഷെ ഒരുത്തൻ ശരിയായി. One person is perfect. ആ ശരിയായ രക്തം കൊണ്ട് നമ്മളെല്ലാം വാങ്ങി. And with that blood he is ഇന്ന് നമ്മുടെ ദൈവസന്നിധിയിലെ നമ്മുടെ പ്രാഗൽഭ്യം എന്ന് പറയുന്നത് അവന്റെ രക്തത്തിന് കുറവുകളില്ല. The confidence that we have in the presence of God is that his blood is perfect. ആ കറയില്ലാത്ത രക്തത്താലാണ് നമ്മളെ വീണ്ടെടുത്തത് കൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് നിൽക്കുവാനുള്ള ധൈര്യമുണ്ട്. And because we are redeemed by the spotless blood of the Lamb, എബ്രായർ 4 അതുകൊണ്ട് എബ്രായർ 4:16 പറയാൻ, ധൈര്യത്തോടെ, നീ പേടിക്കൊന്നും വേണ്ട, ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് ഓടിക്കേറിക്കോണം. That is why Hebrews 4:16 says, with confidence run to the throne of grace. രാവിലെ ഇങ്ങനെ പോയ കൂട്ടത്തിനകത്ത് ഒരാൾ കുറെ പാസ്റ്റർമാരെല്ലാം കൂടെ കർത്താവിന്റെ നിയമപെട്ടകം കെരൂവിനെയൊക്കെ വെച്ച് അങ്ങ് ഭയങ്കര പ്രാർത്ഥന അതിന് ചുറ്റും നടന്നു. Today I happened to see a video clip of few pastors praying. They made the Ark of the Covenant. അവരുടെ വിചാരം, praying around it. അവരുടെ വിചാരം ഇനി ആ നിയമപെട്ടകം അങ്ങോട്ട് വരും, പിന്നെ അങ്ങോട്ട് യെരൂശലേം ദേവാലയത്തെ അങ്ങോട്ട് പണിതിട്ട് അതിനകത്ത് ആരാധനയൊക്കെ നടക്കുമെന്ന ഈ പാവം പിടിച്ചവരുടെ ചിന്ത. So these people think that when the Ark of the Covenant comes, maybe we need to build the temple again and we need to worship there. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായ ഫുൾ ഗോസ്പൽ എന്താന്ന്? Now do you understand what is full gospel? അങ്ങനെ ചിന്തിക്കുമ്പോഴേ ഗോസ്പൽ മൊത്തം പോവുകയാണ്. The moment you think, you lose your gospel. കാര്യം പഴയതിനകത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഗോസ്പലൊന്നും ഇല്ല. പിന്നെ The old does not have any gospel. നമുക്ക് കെരൂബൊന്നുമല്ല, നമ്മുടെ ആളൊന്നുമല്ല കെരൂബ്. The cherubs are over. രണ്ട് കെരൂബ് ഇങ്ങനെ നിന്നതുകൊണ്ട് നമുക്കൊന്നും സംഭവിക്കത്തില്ല. നമ്മൾ കെരൂബിനെ ഒക്കെ വിധിക്കുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാ. In fact, we are called to rise above and even judge the angels. ഞാൻ പറഞ്ഞില്ല, പൗലോസ്ലീഹ പറഞ്ഞു 1 കൊരിന്ത്യർ 6:3 പറഞ്ഞത്, ദൂതന്മാരെ നിങ്ങൾ വിധിക്കുമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലയോ? Paul says in Corinthians that we don't know that you would judge ദൂതന്മാരെന്ന് പറഞ്ഞാൽ the മൊത്തം angels. ദൂതന്മാരെയും വിധിക്കാനുള്ള അധികാരത്തിൽ നമ്മളെ ഇരുത്തിയിരിക്കുന്നത്. Which means God has given us the
authority to judge all the എബ്രായർ angels. 2:7 അവന് ആ ദൂതനേക്കാൾ അല്പം താഴ്ത്തിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെങ്കിലും പക്ഷേ യേശു കർത്താവിന്റെ വീണ്ടെടുപ്പോടുകൂടി അവന്റെ പുനരുത്ഥാനത്തോടുകൂടി സകല മനുഷ്യകുലവും അവനോടൊപ്പം ചേർന്ന് ദൂതന്മാരുടെ മുകളിൽ പോയി. Although God has made us little lower than angels, because of the resurrection of Christ, we are all raised up above the angels. അതിന്റെ ഏറ്റവും വലിയ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് മേരിയോട് പറഞ്ഞത്. മേരി ഈസ് നോട്ട് എ ക്രിസ്ത്യൻ നെയിം. So the first statement in related to this is spoken നമ്മുടെ to Mary. പല പേരിടുന്ന പറഞ്ഞ ക്രിസ്തീയ നാമമാണ് നമ്മുടെ വിചാരം. ജുഡായിസത്തിൽ നിന്നുള്ള പല പേരുകളാണ് നമ്മളിട്ട് അങ്ങനെ കൊടുമ്പിരി ഉള്ളുന്നത്. Many of these names are from Judaism, not really Christian names. സാബുന്ന് പേരുള്ളവർക്കായിട്ട് സ്തോത്രം. വേദത്തിലൊന്നും ഇല്ല. സാബുന്നും ബാബുന്നും. Thank God for names like Sabu and Babu which are not there in the Bible. പക്ഷെ മേരിക്ക് ഒരു വലിയ ഗുണമുണ്ടായി. മേരിക്ക് ആദ്യമായ ഒരു വിളി അവിടെ മേലെ, ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്, ദ ലോർഡ് ഈസ് വിത്ത് thee. കൃപ നിറഞ്ഞവളെ നിനക്ക് വന്ദനം എന്നുള്ള ആദ്യമായി മനുഷ്യകുലത്തിൽ ഒരു വ്യക്തി കേൾക്കുന്നത് മേരിയ. Mary was blessed to receive the salutation like this, Hail Mary full of grace. അപ്പൊ തന്നെ മനസ്സിലാകണം ഈ മറിയെന്ന് പറയുന്നത് ഫുൾ ഓഫ് ഗ്രേസിലായിരുന്നു. Mary was full of grace. കൃപ നിറഞ്ഞവളായി. She was filled with grace. കൃപയാൽ ഇന്ന് നമുക്കും ഈ കൃപയുടെ നിറവ് യേശു കർത്താവ് മുഖാന്തരം ലഭ്യമായി തീർന്നു. By grace even we have received the fullness of the grace. അതുകൊണ്ട് എന്ത് ചെയ്യണം? ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് ഓടിക്കേറിക്കണം. Therefore run to the throne of grace with എന്തോ confidence. പ്രശ്നം വന്നാലും ഇപ്പം കടക്കാരൻ നിന്നെ ഞെക്കി കൊല്ലുമെന്നുള്ള സ്ഥിതി വന്നാലും കൃപാസനത്തിൽ ഓടിക്കേറിക്കണം. Whatever problems may come, even if you're the people from whom you lended money, they're going to come and kill you, please run to the throne of grace. കഴിഞ്ഞ ആഴ്ചയൊക്കെ കേട്ടു പ്രാർത്ഥനയ്ക്ക് മഹത്വത്തോടു കൂടിയ പ്രാർത്ഥനയ്ക്കകത്ത് ഉപയോഗിക്കേണ്ടതും ഉപയോഗിക്കേണ്ടാത്തതുമായ കാര്യങ്ങളുണ്ട്. Last week we heard in glorious prayer there are things that we need to use, there are things we should avoid. സത്യം പറഞ്ഞാൽ വേണ്ടുന്നത് പോലെ പ്രാർത്ഥിപ്പാൻ ഇപ്പോഴും നമുക്ക് അറിയത്തില്ലെന്നുള്ളതാണ് സത്യമായ കാര്യം. Honestly, none of us know how to pray the way we should. അടുത്തിരിക്കുന്ന ആളോട് പറയും, ഇന്നാളി പ്രാർത്ഥിക്കുന്നത് കേട്ടായിരുന്നു, ഭയങ്കര വാക്കുകളൊക്കെ, പക്ഷെ വേണ്ടുന്നവരൊന്നും പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. Tell the person next to you, I heard your prayer. ഭയങ്കര പ്രാർത്ഥന, അച്ഛൻ്റെ പ്രാർത്ഥന, പക്ഷേ ആരോടാ പറഞ്ഞത്? അടുത്തിരിക്കുന്ന ആൾക്ക് പറ, അറിയത്തില്ലെന്നുള്ള കാര്യം എനിക്കറിയാം. We know that we don't know how to pray. പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നപ്പോൾ തന്നെ മനസ്സിലായിക്കോണം, നന്നായി പ്രാർത്ഥിക്കുവാൻ അറിയുന്ന ഒരു സ്പിരിറ്റ്. That is why Holy Spirit That is what written in Zechariah. സെക്കറിയാവിന്റെ പുസ്തകം 12:10 എഴുതിയിരിക്കുന്നത്, കൃപയുടെയും പ്രാർത്ഥനയുടെയും ആത്മാവിനെ നിന്റെ മേൽ പകരും. That is why it's spoken in Zechariah 12:10, the spirit of grace and supplication is given to us. ഈ ആദിമ സഭയിലെ പിതാക്കന്മാരൊക്കെ നല്ല ഒന്നാന്തരം കോലാകൾ, പ്രാർത്ഥനകൾ എഴുതി വെച്ചിരുന്നു. ഹുത്തുമകൾ, സെദറകൾ, കുക്കുലോയൻ, ഇങ്ങനെയൊക്കെ വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നല്ല പ്രാർത്ഥനകൾ അവർ എഴുതി വെച്ചു. That is why in the early church our forefathers wrote certain good prayers or liturgy. നമുക്കത് കാണുന്ന പറഞ്ഞാൽ ഞങ്ങൾ പെട്ടെന്ന് അങ്ങ് പിശാച് ബാധിച്ച പോലെ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാമെന്ന് ചോദിക്കുന്നത്. അങ്ങനെ When we see liturgy we get upset. അല്ല, വായി വരുന്ന ഗോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വെച്ച് കാച്ചല്ല ചെയ്യുന്നത്. ഒരു ബോധ്യത്തോടെ പ്രാർത്ഥിക്കണം. We need to pray with the right understanding. ഒരു കാര്യം മനസ്സിലാക്കണം, നെഹമ്യാവിന്റെ പ്രാർത്ഥന അൺചേഞ്ചിങ് പ്രയർ. കാലേബിന്റെ പ്രാർത്ഥന. We know that the way Caleb prayed was an unchanging prayer. Hallelujah. ഇപ്പൊ കാലേബിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് 40 years he never changed his topics. 40 years Caleb had been praying for the same thing. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവ് പറഞ്ഞ വാക്കുകൾ അവന്റെ അകത്ത് കോറിയിട്ട് വെച്ചിരുന്നു. Because he had written in his heart the word that the Lord had spoken to him. ഒരു മനുഷ്യൻ 40 വർഷം ഒരേ കാര്യം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. One man has been praying for 40 years the same thing. പക്ഷെ ഒരു സമയമാണെന്ന് പറഞ്ഞ് നമ്മളുടെ ഫുൾഫിൽമെന്റിലോട്ട് നമ്മൾ കയറി വരും. But at one point we will step into the fulfillment of the So prayer. that I said this year is the year of fulfillment. That is why I declare this year as a year of fulfillment of your prayers. പല കാര്യങ്ങളും നടത്തിയെടുക്കപ്പെടുന്ന വർഷമായിട്ട് ഈ വർഷത്തെ നിങ്ങൾ കാണും. Consider this year as a year that many things will be fulfilled. നിങ്ങൾ ഒരു പക്ഷേ ഏതെങ്കിലുമൊക്കെ ക്ലേശത്തിനകത്തോ കഷ്ടത്തിനകത്തോ ദാരിദ്ര്യത്തിനകത്തോ ദുരിതത്തിനകത്തോ എന്തൊക്കെയോ പങ്കപ്പാടിനകത്തൊക്കെ ആയിരിക്കാം. പക്ഷേ ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു മാറ്റം ഉണ്ടാകുമെന്ന് നിലച്ചു പോകാത്ത പ്രാർത്ഥനയുമായി നിങ്ങൾ നിൽക്കണം. No matter what problems you are facing, this year there has to be a change.
അതുകൊണ്ട് തുടർന്ന് നമുക്ക് ഈ ആഴ്ച അതുമായി ബന്ധപ്പെട്ട് ഒരു ഭാഗം വായിച്ചു കേൾക്കാം. ആവർത്തന പുസ്തകം 2-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം. Deuteronomy 2:24. അവിടെ ആ വാക്യം വായിച്ചാട്ടെ. നിങ്ങൾ എഴുന്നേറ്റ് യാത്ര പുറപ്പെട്ട് അർന്നോൻ താഴ്വര കടപ്പീൻ. ഇതാ ഞാൻ എസ്ബോനിലെ അമോരി രാജാവായ സീഹോനെയും അവന്റെ ദേശത്തെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അവനോട് പടവെട്ടി അത് കൈവശമാക്കുവാൻ തുടങ്ങുക. അവിടെ കൃത്യമായി പറയുന്ന അമോര്യ രാജാവായ സീഹോനെയും അവന്റെ ദേശത്തെയും നിന്റെ കയ്യിലേൽപ്പിച്ചിരിക്കുന്നുവെന്ന് ഇസ്രായേൽ മക്കളോട് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടാകുകയാണ്. മാത്രമല്ല അവിടെ നിങ്ങൾ എന്തോ ചെയ്യണം? പടവെട്ടി അത് കൈവശമാകുവാൻ തുടങ്ങുക. The Lord speaks to them and says that I have given into your hand Sihon the Amorite, the king of Heshbon, and his land. So now begin to possess it and engage him in battle. ഈ മാർച്ച് മാസത്തിന്റെ 2-ാമത്തെ ആഴ്ചയിൽ നീ ചിലതൊക്കെ തുടങ്ങണം. This March, the second week, you must begin something. കാര്യം കൈവശമാക്കുവാൻ വേണ്ടി നോക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. കൈവശമാക്കുമെന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ you will have to start, you will have to begin with എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങണം. If you think you need to possess it, you must engage in battle. Amen. Hallelujah. Hallelujah. അവിടെ ഇരുന്നുകൊണ്ട് പറയാം, എന്നെ തലയാക്കി മാറ്റിയതിനായി സ്തോത്രം. Thank you, Lord, that you have made me the head. നീ അറിയാൻ വയ്യാത്ത ദേശത്തൂടെ സഞ്ചരിക്കുമ്പോൾ അവിടുത്തെ രാജാക്കന്മാർ നിന്റെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന അവസ്ഥയിലേക്ക് ദൈവത്തിന്റെ പദ്ധതികൾ നിന്നെ മാറ്റുന്നു. The Lord is transferring you to his plans where kings are going to bow down to you. ഹല്ലേലൂയ. അത് ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണം. ഈ 3-ാമത്തെ മാസത്തിൽ ഇന്നുവരെ നിങ്ങൾക്ക് എത്തിപ്പിടിക്കുവാൻ കഴിയാത്ത മേഖലകളിൽ ദൈവം അത് സാധ്യമാക്കി തീർക്കുന്ന മാസവും ആഴ്ചയുമായി ഈ വർഷത്തെ നിങ്ങൾ കണ്ടാട്ട്. Declare this year as a year you are going to conquer areas that you could never possess before. ഇന്നു തൊട്ട് അത് കൈവശമാക്കുവാൻ തുടങ്ങുക. Begin to do it from today. ആമേൻ. പ്രാർത്ഥിക്കുമ്പോൾ എന്തൊക്കെയാ ചെയ്യണ്ടേ? പ്രാർത്ഥിക്കുമ്പോൾ സംശയിക്കാതെ പ്രാർത്ഥിക്കണം. യാക്കോബ് 1:6 വായിച്ചാട്ടെ. എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോട് ചോദിക്കും. ഇതൊക്കെ കേൾക്കുന്നവരനെ ഞാൻ പറയാം, പാസ്റ്റർ അങ്ങനെയൊക്കെ പറയാം, ഇവർക്കൊക്കെ എന്തെങ്കിലും ഞായറാഴ്ച വെച്ച് കാച്ചേച്ച് പോയാൽ മതി, ഞങ്ങളല്ലേ കഷ്ടപ്പെടുന്നത്, അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് അതാ സംശയം. സംശയിക്കാതെ പ്രാർത്ഥിക്കണം. When you pray, you must pray without doubting. അവിടെ പറയുന്നത് സംശയിക്കുന്നവൻ എങ്ങനെ ഇരിക്കുന്ന അറിയാമോ? സംശയിക്കുന്നവൻ എങ്ങനെ ഇരിക്കുന്നത്? കാറ്റടിച്ച് അലയുന്ന കടൽത്തീരക്ക്. കാര്യം അൺസ്റ്റേബിൾ ആണ് അങ്ങനെയുള്ള ആൾക്കാര്. സ്ഥിരതയോടെ നിൽക്കാൻ കഴിയത്തില്ല അവർക്ക്. The one who doubts is like a wave of sea driven and tossed by the wind. ഒത്തിരി പേര് അങ്ങനെ പ്രാർത്ഥിക്കുന്നതേ ഉള്ളൂ, പക്ഷേ അകത്ത് മുഴുവൻ എന്തുവാ? സംശയം. Many people pray but inside they're full of doubts. മലയാളിക്കാണെങ്കിൽ പെട്ടെന്ന് ഓ എന്നൊരു വാക്കാ പറയുന്നു. ഓ പ്രാർത്ഥിക്കാം എന്നുള്ളതേ ഉള്ളൂ. Especially Malayalis, they are good at doubting. Although they pray, they have this doubt inside. അങ്ങയുടെ ഹിതമാണെങ്കിൽ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യരുത്. And don't even pray like this. If it is your will. കർത്താവിനെല്ലാം ഹിതമല്ലേ? കർത്താവിന് എന്തോ ഹിതമല്ലാത്തത് എല്ലാം ഹിതമാണ്. നമ്മളെന്തോ ചെയ്താലും കർത്താവിന് ഹിതമാണ്. Whatever we do is God's will. ഹല്ലേലൂയ. ചില ഉഴപ്പന്മാരുടെ വാക്കാണ് ദൈവഹിതമാണെങ്കിൽ നടക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് യാതൊരു ബോധ്യവുമില്ല. അതുകൊണ്ട് ഇത് പറയുന്നത്. If you are not really confident about your prayer, you will say if it is God's will, let it be. അങ്ങ് മൂത്ത് കഴിയുന്നുണ്ടെ തോന്നുന്ന ഒരു കാര്യമാണ് ദൈവഹിതമാണ് നടക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളി ഭൂലോക ഉഴപ്പന. You think you are very spiritual and then you say that if it is God's will, let it happen. That means അതുകൊണ്ട് ദൈവഹിതമാണെങ്കിൽ സംശയമാണ്. ദൈവഹിതമാണോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. ദൈവത്തിന് ഒരു ഹിതമേ ഉള്ളൂ. നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്ന് ദൈവത്തിന്റെ ഹിതം. 1 തെസ്സലോനി 5:18 എഴുതിയിരിക്കുന്നത് നമ്മൾ സ്തോത്രം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കർത്താവിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. In 1 Thessalonians 5:18 it says it is God's will that we always pray, we always യോഹന്നാന്റെ rejoice. ലേഖനം 3 യോഹന്നാന്റെ 2-ാമത്തെ വാക്യം 3 John verse 2. അതിനകത്ത് എഴുതിയിരിക്കുന്നത് പ്രിയനെ നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നു. ഈ ആത്മാവ് എന്നുള്ള വാക്ക് സൂഖയാണ്. അതിന്റെ അർത്ഥം മനസ്സെന്നാണ് ആ വാക്ക് വരേണ്ടത്. മനസ്സ് മലയാളത്തിൽ ഇതിന് ആത്മാവ് നായിപ്പോയതാ. ഇപ്പം ദേഹം ദേഹി ആത്മാവ് അല്ലേ? 1 തെസ്സലോനി 5-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം അനുസരിച്ചിട്ട് ആത്മാവ് ദേഹം ദേഹി ദേഹം അങ്ങനെ അത് വരണ്ടേ. അതിന്റെ ഓർഡർ അങ്ങനെ. ആത്മാവാണ് പ്രയോറിറ്റി, രണ്ടാമത് ദേഹം ദേഹി, പിന്നെ മൂന്നാമത് ഓർത്തിരിക്കാൻ നിങ്ങൾക്ക് നല്ലതാണ്. ഈ ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോമ എന്നാണ് അതിന്റെ പേര്. സോമനെ എന്ന് നമ്മൾ വിളിക്കത്തില്ലേ, ആ സോമ. So we have suke which is soul and soma which is body. ബോഡി.
പിന്നെ ന്യൂമയാണ് സ്പിരിറ്റ്. And then we have pneuma, which means spirit. എല്ലായിടത്തെയും പി സൈലന്റ് ആണ്. അങ്ങനെയുണ്ട്. ഇംഗ്ലീഷ് ഭാഷയ്ക്ക് അങ്ങനെ ഒരു കാര്യം ചുമ്മാ വെറുതെ അക്ഷരം വെച്ച് പറയിപ്പിക്കത്തില്ല നമ്മളെ കൊണ്ട്. സൈക്കോളജി പി പറയണ്ടെന്ന് നമ്മളോട് പറയുന്നത്. സൈക്കാട്രി പി പറയാൻ പാടില്ല. പി പറഞ്ഞാൽ എന്ത് ചെയ്യും? കേസെടുക്കും. പിന്നെ എന്തിനാ അവിടെ കൊണ്ടുവച്ചത്? ചുമ്മാ അങ്ങ് എഴുതിയാൽ പോരായിരുന്നു. പറഞ്ഞ ഒരു പി വേണം അവിടെ. എന്തോ ഒരു കഷ്ടമെന്ന് പറയുന്നത്. In English language we have certain alphabets which need to be silent. സോമ, സൂക്കെ, ന്യൂമ. So we have soma, suke and pneuma. ആമേൻ. അവിടെ അപ്പൊ ഇവിടെ പറഞ്ഞ വാക്ക് നമ്മുടെ മനസ്സ് എങ്ങനെ ഇരിക്കണമെന്ന്, നിന്റെ മനസ്സ് പ്രോസ്പർ ചെയ്യണമെന്ന്, It is God's will സമൃദ്ധിയിലിരിക്കണം. that the soul may prosper. എങ്ങനെ ഇരിക്കേണ്ടത്? മനസ്സെങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ മുഖത്തോട്ട് നോക്കിയാൽ അറിയാം മനസ്സ് സന്തോഷത്തിലാണോ അല്ലയോ, അതോ ദീനം പിടിച്ച് ദണ്ണം പിടിച്ചിരിക്കുവാണോ, അതോ ഊച്ചിക്കറിവിലിരിക്കുവാണോ. ഒക്കെ പാട് രാവിലെ ചിലരൊക്കെ ഞാൻ ഏതാണ്ട് പൈസ കൊടുക്കാനുള്ള പോലെ ഇരിക്കുന്നത്. Looking at your face, you can make out whether your soul is കഴിഞ്ഞ ആഴ്ച prospering. പാസ്റ്റർ എന്റെ വാങ്ങിച്ച് 50,000 രൂപ ഇങ്ങോട്ട് തന്നില്ലല്ലോ എന്നും പറഞ്ഞ മുഖം കൊണ്ടിരുന്നു. അങ്ങനെ ഞാനൊന്നും തരാനില്ല ആർക്കും. Some of you are sitting as though pastor owes them എന്ന് some വെച്ച് money. കഴിഞ്ഞാൽ ഈ സൂക്ക എന്ന് പറഞ്ഞാൽ പുള്ളി സൂക്കേടിലിരിക്കുക. Because your suke is in distress. ഏതാണ്ടൊക്കെ പ്രശ്നങ്ങൾ കയറിയിട്ട് സൂക്കെ മുഴുവൻ പ്രശ്നത്തിൽ ഇരിക്കുന്നുണ്ട്. ഇത് എങ്ങോട്ട് റിഫ്ലക്ട് ചെയ്യും? മനസ്സിന്റെ കണ്ണാടി എവിടെയാണ്? മുഖം. യുവർ ഫേസ് വിൽ നെവർ ഷൈൻ. മുഖം ഒരിക്കലും തിളങ്ങിയിരിക്കത്തില്ല. മുഖത്ത് ഇങ്ങനെ ഇരിക്കുന്നു, കടന്നിൽ കുത്തിക്കൊണ്ടിരിക്കും. Because your suke is in trouble, it will reflect on your face and your face will never അത് shine. അറിയാതിരിക്കാനാ പെണ്ണുങ്ങളൊക്കെ പാർലറിലൊക്കെ പോകുന്നത്. ആത്മാവ് എങ്ങനെ ഇരിക്കണം? ആത്മാവല്ല, മനസ്സെങ്ങനെ ഇരിക്കണം? How should our soul സമൃദ്ധിയിലിരിക്കണം. be? Prosper Soul ആയി. should be prospering always. ഇൻ ഓൾ തിങ്സ്, എല്ലാ കാര്യത്തിനും അവിടെ എഴുതിയിരിക്കുന്നത് നിന്റെ മനസ്സ് എല്ലാ കാര്യത്തിനകത്തും അഭിവൃദ്ധിയിലിരിക്കണം. In all things our soul should prosper. അത് ദൈവഹിതമാണത്. അത് ദൈവത്തിന്റെ ഹിതമാണ്. നീ ഹെൽത്തി ആയിരിക്കുമെന്നത് ദൈവത്തിന് ഭയങ്കര ഇഷ്ടമല്ലേ? Which means it is God's will that you are in good health and in ആൻഡ് prosperity. ബി ഇൻ ഹെൽത്ത്. ശരീരം എപ്പോഴും, അതാ സോമ എപ്പോഴും എങ്ങനെ ഇരിക്കണം? നല്ല അഭിവൃദ്ധിയിലിരിക്കണം. മനസ്സ് അഭിവൃദ്ധിയിലിരിക്കണം. Which means our soul should prosper and body should be in good health. എനിക്കും കഴിഞ്ഞ ദിവസമൊക്കെ ഇച്ചിരി അസ്വസ്ഥതയും ബുദ്ധിമുട്ടും ചുമയും ഒക്കെ ഒരു ഉവ്വാവൊക്കെ വന്നു. ഉവ്വാവാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇരിക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഉവ്വാവിനെ അടിച്ച ഉവ്വാവിനെ നോക്കിയിട്ട് ഉവ്വ ഉവ്വ ഉവ്വേ എന്ന് പറഞ്ഞിട്ട് അതിനെ പുറത്താക്കാൻ നമ്മൾ ആഗ്രഹിക്കണം. Even I was kind of sick in the last few days, but I don't sit down saying that I'm sick. We must try to drive away sickness. നല്ല ചുമയുണ്ടായിരുന്നു, നല്ല ചുമ. I had severe cough. ഈ ചൂട് സമയത്ത് വലിയ തണുത്ത എടുത്ത് പെട്ടെന്ന് കുടിച്ചാൽ നമുക്ക് അസ്വസ്ഥത ഉണ്ടാകാൻ പറ്റുമെന്ന് എൻ്റെ അനുഭവത്തിൽ ഞാൻ നിങ്ങളോട് പറയാം. So in this hot weather, when you suddenly take something cold, it can affect. അപ്പൊ നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നത് ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. God wants us to be healthy. നമ്മുടെ മനസ്സ് നല്ല പ്രസന്നതയിൽ ഇരിക്കണമെന്നുള്ള കർത്താവിന് ഭയങ്കര ഇഷ്ടമല്ലേ? God wants our soul to be in അതുകൊണ്ട് a blessed state. യോഹന്നാൻ എന്തോ വിളിച്ചത്? ഗായോസ് എന്ന് പറയുന്ന തന്റെ ശിഷ്യനെയാ വിളിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? എടാ ഉവ്വേ നല്ല വിളിച്ചത് ബില്ലവേർഡ്, And എന്റെ പ്രിയനെ. John calls us beloved disciple, Gaius, എങ്ങനെയാ as വിളിക്കുന്നത്? beloved. ബില്ലവേർഡായിരിക്കുന്നവരോട് ചില നല്ല കാര്യങ്ങൾ പറയത്തുള്ളൂ. വെറുതെക്കാരോട് ഇതുപോലെ പറയാൻ പറ്റൂ? John is speaking some good things to some beloved people. ബില്ലവേർഡായിരുന്നാൽ നല്ല കാര്യങ്ങൾ, ഹെൽത്തി ആയിരിക്കുന്ന വെൽത്തി ആയിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് കേൾക്കാൻ പറ്റും. And if you are the beloved, you will be able to hear some healthy things. സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനായ യേശുവിനെ നോക്കിയിട്ട് എന്തോ പറഞ്ഞത്? ഇവൻ എന്റെ പുത്രൻ എന്നാന്നോ പറഞ്ഞു? അല്ല, ഇവൻ എന്റെ ഈസ് മൈ ബില്ലവേർഡ് ചൈൽഡ്, എന്റെ പ്രിയപുത്രൻ അല്ലേ? ട്രാൻസ്ഫിഗറേഷൻ മൗണ്ടിൽ വെച്ചും മറുരൂപ മലയിൽ വെച്ചും പത്രോസും യാക്കോബും യോഹന്നാനും എന്താ കേട്ടത്? ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പേ. അപ്പൊ ആരാണ് ഈ യേശു? പ്രിയനാണ്, പ്രിയൻ. അവൻ എങ്ങനെ ഇരിക്കണം? ഏറ്റവും നന്നായിട്ടിരിക്കണമെന്നല്ലേ സ്വർഗത്തിലെ പിതാവായ ദൈവം ആഗ്രഹിക്കൂ. ഇന്നും അത് തന്നെ. നമ്മുടെ ശരീരവും മനസ്സും ഏറ്റവും നന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് സ്വർഗീയ പിതാവ്. Our heavenly Father desires that our mind and body be in good health. As much as he called Jesus as his beloved son, he is looking at us and saying we must be well. സത്യം പറഞ്ഞത് ദൈവഹിതം അറിയാനല്ല നീ പ്രാർത്ഥിക്കുന്നത്, നിന്റെ മേലുള്ള ദൈവഹിതത്തെ എൻഫോഴ്സ് ചെയ്യുവാനാണ് നീ പ്രാർത്ഥിക്കുന്നത്. Instead of praying to know God's will, you must pray to enforce God's will that is on your life. ഞാനും അവനും തമ്മിൽ ഒരു കാര്യമുണ്ട്. ഞങ്ങൾ തമ്മിലുള്ള ഇരിപ്പുവശം അനുസരിച്ച് അവൻ എന്റെ മേലുള്ള ഹിതത്തെ ഞാൻ എന്റെ പ്രാർത്ഥനയിൽ കൂടി അത് പ്രാവർത്തികമാക്കും. I must make it practical, the will of God
മറ്റൊരു കാര്യം അടുത്തൊരു പോയിന്റൂടെ പറയാം. ഇനി പ്രാർത്ഥിക്കുമ്പം ദൈവം കേൾക്കുമെന്ന് തോന്നുന്നില്ല. ഞാൻ പ്രാർത്ഥിച്ചാലാണ് ദൈവം കേൾക്കൂ, അങ്ങനെ പറയരുത്. Next time when you pray, remember, never doubt whether God will even hear you. ചിലർക്ക് അങ്ങനെ തോന്നുന്നു, എന്റെ പ്രാർത്ഥനയൊക്കെ ദൈവം കേൾക്കൂ, Will God even hear my prayer? പാസ്റ്ററൊക്കെ പ്രാർത്ഥിച്ചാൽ കേൾക്കും, നമ്മളൊക്കെ ചെറിയ അത്തപ്പാടി, നിങ്ങളൊക്കെ വലിയ ആൾക്കാർ, നിങ്ങൾക്ക് അറിയാം ഇത് അങ്ങനെ ചോദിക്കേണ്ടതെന്ന്. Some of you might think, maybe God hears the pastor, but not me. I don't know how to pray. യോഹന്നാൻ 11:41 യേശുവിന്റെ പ്രാർത്ഥന ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ. Jesus' prayer before the tomb of Lazarus in John 11:41. അവർ കല്ല് നീക്കി. യേശു മേലോട്ട് നോക്കി, പിതാവേ, നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നത് എന്തുകൊണ്ടാണ്? വല്ലതും പറഞ്ഞോ? ഇല്ല, ഹിതത്തെ എൻഫോഴ്സ് ചെയ്യാൻ പോവുകയാണ്. ദൈവത്തിന്റെ ഹിതം എന്താണെന്നുള്ളത് അതിന്റെ പ്രവർത്തന മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ പോകുമ്പോൾ യേശു പറയുകയാണ്, എന്റെയും നിന്റെയും മനസ്സ് കണക്റ്റഡ് ആയതുകൊണ്ട് ഈ ഹിതം ഇപ്പോൾ നിറവേറപ്പെടുവാൻ പോവുകയാണ്. എന്റെ അപേക്ഷ നീ ഓൾറെഡി കേട്ടിരിക്കുന്നു. Jesus is thanking the Father because he has already heard me. In effect, Jesus is enforcing God's will through his prayer even before he made the prayer. അല്ലാതെ ദൈവം പ്രാർത്ഥന കേൾക്കുമെന്നുള്ള സംശയം ഒരിക്കലും ഒരു ഉത്തരവും കൊണ്ട് തരത്തില്ല. But if you're doubting whether God will hear my prayer, it will never bring you an answer. പിതാവിന് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ സംസാരിക്കുന്ന പിതാവ് ഭയങ്കര ഇഷ്ടമല്ലേ? Father loves us when we speak. എന്റെ കൊച്ചു വന്ന് എന്നോട് സംസാരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമല്ലേ? How much I love when my child comes and speaks രാത്രി to me. ഭയങ്കര സർപ്രൈസ് പോലെ ആ കൊച്ചു 12 മണിക്ക് വീട്ടിൽ കയറി വന്നിരിക്കുന്നത്. എന്റെ കൊച്ചു എന്റെ അടുക്ക് വരുന്നത് എനിക്ക് സന്തോഷമല്ലേ? Last night Chakoji surprises he came all the way from Dubai and ആരോടും പറയാതെ എന്നാ ഇവർക്കൊക്കെ അറിയാമായിരുന്നില്ല. ഒറ്റ എണ്ണത്തിന് വിശ്വസിക്കാൻ പറ്റത്തില്ല, എനിക്ക് മനസ്സിലായി. നീ ചിരിക്കണ്ട, അറിയുന്ന ഇതിനകത്തുണ്ട് ജൂബി അല്ലേ നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലേ? വെച്ചിട്ടുണ്ട് ഞാൻ എല്ലാത്തിനും. ആർക്കാ ഇഷ്ടമല്ലാത്തത്? സ്വന്തം പിള്ളേർ വന്ന് മിണ്ടുന്നത്, ഉറക്കത്തിലെ അപ്പന് നമ്മൾ ചെന്ന് മിണ്ടുന്നത് ഇഷ്ടമല്ലേ? Which father would not like his child coming and speaking to him? ഹല്ലേലൂയ. Hallelujah. അത് പിതാവിന് ഇഷ്ടമാണെന്ന്. The father is pleased. നിങ്ങൾ രാവിലെ കിടക്കാൻ അങ്ങോട്ട് എഴുന്നേറ്റ് കണ്ണൊക്കെ തിരുമിയച്ച് ബ്രഷ് ചെയ്തില്ലേ പറയാ, നീ ബ്രഷ് ചെയ്യത്തില്ല അതുകൊണ്ട് നിന്റെ പ്രാർത്ഥന ഞാൻ സ്വീകരിക്കത്തില്ലെന്ന് കർത്താവ് പറയും. Will God ever say you got up in the morning, did not brush your teeth? വാ അങ്ങോട്ട് തുറന്നപ്പോഴേ കർത്താവ് ബോധം കെട്ടു വീണു. അങ്ങനെയാണ് പിതാവിന് ഇതുപോലെ വിഷയം വന്നു. സ്വർഗത്തിലെ അപ്പച്ചൻ നമ്മളെ അതിനേക്കാളും വലിയ നാറ്റത്തിൽ നിന്ന് രക്ഷിച്ചതാ. അങ്ങോട്ട് രാവിലെ എഴുന്നേറ്റ് ആ കിടക്കയിലോട്ട് ഇരുന്നു കൊണ്ട് തന്നെ ഇരിക്കുവോ, നിൽക്കുവോ, നടക്കുവോ, മുട്ടായി നിൽക്കുവോ, എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നുകൊണ്ട് എന്റെ അപ്പച്ചാന്ന് വിളിച്ചു കഴിഞ്ഞ് ഈ അപ്പച്ചൻ എന്തോന്ന് പറഞ്ഞ് ഇവിടെ വരത്തില്ലേ? No matter in what state we are, whether we brush our teeth, അവിടെ whether we lay down, if we call upon him, he will answer us. അവിടാണ് നമ്മൾ ഭയങ്കര സ്റ്റൈലൊക്കെ കാണിക്കുന്നു. വന്യനും നിത്യനും പരിശുദ്ധനും. കർത്താവ് പറയും, എടോ മീകായേലേ, ഇവൻ ഏതാണ്ടൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. എന്തോടാ ഇവൻ പറയുന്ന? അപ്പച്ചാന്ന് വിളിക്കാൻ പറ്റത്തില്ല. അവൻ അത് പറഞ്ഞ എന്തെല്ലാം വാക്കുകൾ വെച്ച് അഡീഷണല്. ചിലരുടെ വിചാരം ഇങ്ങനെയൊക്കെ പറഞ്ഞില്ല കണ്ടില്ല കർത്താവിന് ഇഷ്ടമല്ലെന്നുള്ള. നമ്മളെ വേണ്ടുന്ന സല്യൂട്ടേഷൻ ഒക്കെ കൊടുക്കണം. Instead of just calling him above Father, if we have to use certain words, we think that God might be pleased. അതൊക്കെ ആവശ്യം. നമ്മുടെ ഒരു ഓപ്പൺ ഒരു മീറ്റിങ്ങിനകത്തിരിക്കുമ്പോൾ ഒരു ഗ്രൂപ്പായിട്ടൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നല്ല വാക്കുകളൊക്കെ സല്യൂട്ടേഷൻ ഒക്കെ ആദ്യത്തെ ഗ്രീറ്റിംഗ് ഒക്കെ പറയുന്നത് നല്ലതാണ്. പക്ഷെ നമ്മുടെ പേഴ്സണൽ പ്രയറിനകത്ത് ഇത് ആരോടെ ഈ പറയുന്നത്? അപ്പച്ചനോടാ സംസാരിക്കുന്നത്. Maybe in a public meeting it is appropriate to use some salutation when we pray, but when you are praying personally, just call him Father. അപ്പന്റെ അടുക്ക ചെന്നിരിക്കും. അപ്പന് ഏത് സമയത്തും ധൈര്യത്തോടെ കയറി ചെല്ലാൻ അവനെ വഴിയെല്ലാം തുറന്നിട്ടിരിക്കുക. He's even made a way for us to run to him. യഹൂദന്മാരോട്ട് 3 നേരം പ്രാർത്ഥിക്കുന്നവരുന്നു. നമ്മൾ സദാസമയം പ്രാർത്ഥിക്കാനായിട്ട് പ്രാർത്ഥനയുടെ ആത്മാവിനെ നമ്മുടെ അകത്ത് ഇൻസ്റ്റോൾഡ് ആണ് പ്രോഗ്രാം. The spirit of prayer is installed in us, unlike the Jews where they pray 3 times a day. ഇൻസ്റ്റോൾഡ് എന്ന് പറഞ്ഞ് എന്റെ അകത്ത് ആ പ്രോഗ്രാമിനെ വെച്ചേക്കുകയാണ്. കണക്റ്റഡാ. The spirit of prayer is installed in me to pray all the time. ഇടയ്ക്കൊന്ന് കറണ്ട് പോയപ്പോഴത്തേക്ക് കണ്ടില്ലേ? കറണ്ട് പോയാൽ സാധാരണ ഇവിടെ ഓഫ് ആകേണ്ടാത്തതാണ്. ചില കാര്യങ്ങളൊക്കെ കൂടുതൽ പ്രവർത്തിക്കൊണ്ട് ഓഫായി പോകുന്നത്. We saw that we had a power break in the middle. ആമേൻ. എന്തോ സംഭവിച്ചാലും ബ്രേക്ക് ആകാതെ, എന്തോ സംഭവിച്ചാലും ബ്രേക്ക് ആകാത്ത ഒരു കണക്ഷനെ നമ്മളെ ഇരുത്തിയിരിക്കുന്നു. Because we are in a connection that is unbreakable. അല്ലെങ്കിൽ കറണ്ട് പോയാലും നമ്മൾ അറിയത്തേ ഇല്ല.
That is why we are in a system, even when the power goes, we are unaffected. ആമേൻ, ഹല്ലേലൂയ. അതിനേക്കാൾ ശക്തമേറിയിരിക്കുന്ന ഒരു ബന്ധത്തിൽ, ഒരു ആത്മബന്ധത്തിലല്ലേ നമ്മളെ ഇരുത്തിയിരിക്കുന്നത്. നിന്റെ കുരുത്തക്കേട് കൊണ്ട് അവൻ പിണങ്ങി അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന അപ്പച്ചനൊന്നും അല്ലിത്. He is not a father who will be upset with our mischiefs. We are in such an unbreakable connection with the Father. ചില സമയത്ത് നമുക്ക് തന്നെ മനസ്സിലാകും, അയ്യോ ഞാൻ അത് ചെയ്തത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ? അപ്പൊ ഞാൻ എന്റെ അറിവുകേട് കൊണ്ട് തെറ്റിപ്പോയ സോറി എന്ന് പറയാനുള്ള കേവലം മര്യാദ നമ്മുടെ അകത്തുണ്ടാകണം. Sometimes we make mistakes and then we can go and tell the അത് Father, മര്യാദ. I'm sorry, I did it out of my മര്യാദ. ignorance. അത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ദൈവത്തിന് നമ്മളോട് ഒരു പണക്കവുമില്ല. അവൻ നമ്മളെ ചങ്കിലെ ചോര തന്ന് സ്നേഹിച്ചവനാണ് അവൻ. He has loved us irrespective of all our mistakes. കാര്യം നമ്മുടെ പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും എല്ലാ കുറവുകളെയും വഹിച്ചുകൊണ്ടാണ് യേശു മരക്കുരിശിൽ പ്രവേശിച്ചത്. Jesus died on the cross carrying all our past, present and future mistakes. അതുകൊണ്ട് കർത്താവ് ഇങ്ങനെ നോക്കിയിട്ട് നിന്റെ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി ഇരിക്കുന്നവനല്ല. അവൻ നിന്റെ കുറ്റങ്ങളെയല്ല എന്നേ ക്ഷമിച്ച് കളഞ്ഞതാണ്. Therefore he is not waiting to look at your mistakes and catch you on it. അത് He is already forgiven them. See, whenever you get a chance, കർത്താവിന്റെ അപ്പന്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ ഒരു വാക്ക് പറയാൻ അവസരം കിട്ടി അന്നേരം കാച്ചിക്കണം. Whenever you get a chance to speak a word to your Father, speak to him. അടുത്തൊരു കാര്യം, അടുത്തൊരു പോയിന്റ്. എന്താ കർത്താവേ ഒരു താമസം എന്ന് പ്രാർത്ഥനയിൽ പറയരുത്? വൈ തിങ്സ് ആർ ഗെറ്റിംഗ് ഡിലേഡ്? എന്താ അതിന്റെ ഒരു കാര്യം എന്താ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കരുത്. Never pray, or when you pray, never say the word, why are things delaying in my life? എനിക്ക് പണ്ട് ഇങ്ങനെ ഒരു സ്വഭാവം, ഇത് അറിയാൻ വയ്യാത്ത സമയത്ത് വൈ വാട്ട് എന്ന് പറയുന്ന ഒരു ചോദ്യം എപ്പോഴും വരും. എന്തോ കർത്താവേ അതിന് കാരണം എന്തോ ഇങ്ങനെ? There was a period in my life in my initial days, I used to ask the Lord why and what, and I needed to know the reason. പക്ഷേ കർത്താവ് എന്നെ വ്യക്തിപരമായി പഠിപ്പിച്ചൊരു കാര്യമാണ്. എടാ, ആ രണ്ട് വാക്കുകൾ നിർത്തിയിട്ട് വാട്ട് യു ക്യാൻ ലേൺ ഔട്ട് ഓഫ് ദിസ്, ഇതിനകത്തു നിനക്ക് എന്തോ പഠിക്കാമെന്ന് നീ ഒന്ന് ഗ്രഹിച്ചേ. So the Lord taught me very personally, instead of asking why, you ask what can I learn from it. കാര്യം ചലഞ്ചസ് വരുന്ന പറഞ്ഞാൽ നമുക്ക് എപ്പോഴും അറിയാതെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് എന്തോ താമസിക്കും, ചില കാര്യങ്ങൾ ഡിലേഡ് ആകുന്നു, ചില കാര്യം നമ്മൾ വിചാരിച്ചതുപോലെ ഫാസ്റ്റ് ആയിട്ട് പോകുന്നില്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചോദിക്കാം, എന്താ കർത്താവേ നീ എന്നെ മറന്നുപോയതാണോ, നീ എന്നെ വിട്ടുകളഞ്ഞതാണോ, എന്തോ കാര്യങ്ങളെല്ലാം താമസിക്കുന്നത്? Sometimes when things don't go according to our expectation, you ask him, why did you forget me, why is it delaying? അപ്പൊ അവിടെയാണ് നിങ്ങൾ പറയേണ്ടത്, ഇൻസ്റ്റെഡ് ഓഫ് സേയിങ് ദാറ്റ് യു ടെൽ ഹിം ഐ ട്രസ്റ്റ് യുവർ ടൈമിങ്സ്, നിന്റെ സമയത്തെ ഞാൻ ബഹുമാനിക്കുന്നു. Instead of asking all these questions, tell the Lord, I trust your timing. നീ വിശ്വസ്തനായ ദൈവമാണ്, നീ ഒരിക്കലും എനിക്ക് ദോഷമായിട്ടൊന്നും ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഈ താമസം വന്നാലും നിന്റെ സമയത്തെ ഞാൻ വിശ്വസിക്കുന്നു. I know that you are a faithful God. Even if things are delaying, I trust your timing. വൈകുന്നതിന്റെ പുറകില് ഒരു പ്രത്യേകമായിരിക്കുന്ന ഗുണമുണ്ടായിരിക്കും. വൈകുന്നതിനകത്ത് ദൈവത്തിന് എന്തെങ്കിലും ഒരു ഉദ്ദേശം കാണും. Maybe God has a purpose behind. അവിടെ ഞാൻ പറയണം, ഞാൻ എന്തുകൊണ്ടാണ് അത് വൈകുന്നത്? എന്റെ ഗുണത്തിന് വേണ്ടിയാണെന്ന്. Why things are delaying? It's for my good. ഹല്ലേലൂയ. Hallelujah. എത്ര പേര് അങ്ങനെ വിശ്വസിക്കാൻ തയ്യാറാകും? നിന്റെ ജീവിതത്തിനകത്തെ പല കാര്യങ്ങളും ഇതുവരെ നടക്കാതിരിക്കുന്നതിന്റെ പുറകിൽ ദൈവത്തിന് അതിന്റെ പുറകിൽ ഒരു പ്ലാൻ ഉണ്ടെന്ന് വിശ്വസിച്ചു തുടങ്ങാം. How many of you believe that if things are delaying, God has a plan and a reason behind your delays? Instead of complaining, you say, I trust you, Lord. ആമൻ. എപ്പോഴും ഇങ്ങനെ മുറുമുറുത്തോണ്ടിരിക്കാതെ എനിക്ക് മാത്രം ഇങ്ങനെ. പ്രത്യേക സ്ത്രീകൾക്ക് അങ്ങനെ കൊടുത്തു. അതാവ് ആണുങ്ങൾ അത്രയും അങ്ങോട്ട് പറയത്തില്ല. ആണുങ്ങൾ പറഞ്ഞത് തന്നെയാണ്. പക്ഷെ പെണ്ണുങ്ങളാന്ന് ഇടയ്ക്കിടയ്ക്ക് എല്ലാം ഇങ്ങനെ പിഴിഞ്ഞ് അവന്റെ കൈവിട്ടെന്താ തോന്നുന്നു, അയ്യോ എനിക്ക് വരത്തില്ല, ഞാനിനി എന്തോ ചെയ്യും, ഇങ്ങനെയൊക്കെ അവർക്ക് ഈ പദം പറഞ്ഞ് കരയാ. ചിലരത് നെഞ്ചത്തൊക്കെ അങ്ങ് അടിക്കും. പാവം നെഞ്ചെന്തോ വേണം? നിങ്ങൾ ശരീരത്തെ ദണ്ഡിപ്പിച്ചത് കൊണ്ടോ മനസ്സിനെ പ്രയാസപ്പെടുത്തിയത് കൊണ്ടോ ഒന്നും നടക്കത്തില്ല. ദൈവത്തിന് ഒരു സമയമുണ്ടെന്ന് നീ വിശ്വസിച്ചാൽ നിന്റെ സമയം വേഗത്തിനായി തീരും. And if you trust him, instead of complaining and murmuring, things will speeden up in your life. And it took 40 years for Caleb to get the things done. അവന്റെ ജീവിതത്തിനകത്ത് കാര്യങ്ങൾ നടക്കാൻ 40 വർഷം എടുത്തില്ലേ? ഇസ്രായേൽ മക്കൾ 40 വർഷം എടുത്തില്ലേ?
It took 40 years for Caleb and the children of God for the fulfillment. ആക്ച്വൽ ട്രാവൽ 11 ദിവസമേ ഉള്ളെങ്കിൽ 11 ദിവസം കൊണ്ട് വരേണ്ടിയവരെ 40 വർഷം നമ്മൾ വായിക്കുമ്പോൾ വിചാരിക്കും കർത്താവ് എന്തോ പണിയാ കാണിച്ചു, എന്തൊരു പോക്കണക്കാട്. ഈ 11 ദിവസം കൊണ്ട് അവർ വന്നിരുന്നുണ്ടല്ലോ, പിന്നെയും മിസ്രൈമി അടിമത്തത്തിൽ അവർ പോയത്. The journey that actually had to take 11 days took them 40 years, and we might wonder why did the Lord delay so much? If they had taken the journey in 11 days, there was every chance of them going back to the slavery in Egypt. പ്രാർത്ഥിക്കുമ്പോൾ മറ്റൊരു കാര്യം പറയണ്ടാത്ത മറ്റൊരു കാര്യം ഞാൻ പറയാം, അടുത്തൊരു പോയിന്റ് പറയാം. And I will tell you another point which you must not say when you pray. എന്തോ കർത്താവേ എന്നെ ഉപേക്ഷിച്ചോ? Father, have you forsaken me? പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അറിയാതെ കർത്താവേ നീ എന്നെ ഉപേക്ഷിച്ചതാണോ? Lord, have you forsaken me? 2 കൊരിന്ത്യർ 5 എഴുതിയിരിക്കുന്നത് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നാ. 2 Corinthians 5:7 says the righteous shall live by faith. നീതിമാൻ എങ്ങനെ ജീവിക്കുന്നത്? വിശ്വാസത്തിൽ, കാഴ്ചയാലല്ല. നിങ്ങൾക്കറിയാം നീതിമാനല്ല നമ്മളിപ്പോൾ, നമ്മൾ അതിനേക്കാളും കുറച്ചുകൂടെ ഉയരത്തിലേക്ക് കയറി ദൈവത്തിന്റെ നീതിയായി തീർന്നു. The righteous shall live by faith and not by sight, and we are not righteous. സഹോദര, we are in another level of being നിന്റെ righteousness of God. ജീവിതം തന്നെ വിശ്വാസത്തിലായിരിക്കുന്നത്. Brother, your life itself is based on faith. ചിലപ്പോൾ നമുക്ക് അങ്ങനെ തോന്നും ദൈവം ഉണ്ടോന്ന്. ഒത്തിരി പ്രാർത്ഥിക്കുകയും ഒത്തിരി ആരാധനയിലൊക്കെ സംബന്ധിക്കുകയും ചെയ്യുന്നവർക്ക് സാധാരണഗതിയിലുണ്ട് ദൈവം ഉണ്ടോ? ദൈവം തന്നെ ഉണ്ടോ? ഒരു സംശയം തോന്നും. ശുശ്രൂഷിക്കാൻ എനിക്ക് തോന്നിയിട്ടുണ്ട് അതുമായിട്ട് ദൈവം ഉണ്ടോന്ന്. പിന്നെ നിങ്ങളുടെ കാര്യം അതങ്ങനെ നമ്മൾ അങ്ങനെ ആണല്ലോ. അതങ്ങനെ ബന്ധം കൂടുന്നതിനനുസരിച്ച് വാസ്തവം നമ്മൾ കണ്ണൊക്കെ ഞെരടി നോക്കി, ഇതില്ല പുള്ളി തന്നെയാണോ, ഇത് ആള് തന്നെയാണോ? സംശയം തോന്നാനുള്ള സാധ്യതകളുണ്ട്. മറ്റൊരു പോയിന്റ് പറയാം. ഇത് എത്രാമത്തെ പോയിന്റ്? പറയാതിരിക്കാനാ ഞാൻ മറ്റൊരു പോയിന്റ്. അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമേ 20 പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അന്നേരം ഈ വാച്ച നോക്കി എഴുന്നേറ്റ് പോകാൻ തുടങ്ങും. എല്ലാം കൂടെ ഒരു 50 പോയിന്റ് ഉണ്ട്. ആദ്യമേ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എഴുന്നേറ്റ് അങ്ങ് പോകത്തില്ലേ? ഓരോ പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ കൂടിങ്ങി വരത്തില്ലേ? മറ്റൊരു കാര്യം, ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളാമെന്ന് പറയരുത്. Never tell the Lord I will handle it. ഇപ്പൊ 40 കൊല്ലം കഴിഞ്ഞോടനെ കാലേബ് പറയുക ഏതായാലും ഇത്രയൊക്കെ ആയി, ഇനിയിപ്പം അവിടെ ഒന്നും നടക്കുമെന്ന് തോന്നില്ല, ഞാൻ തന്നെ അങ്ങ് കൈകാര്യം ചെയ്തോളാം എന്ന് കാലേബ് പറഞ്ഞ് അങ്ങേറ്റിരിക്കും. After 40 years, Caleb is saying, I waited so long, now let me handle it. പാസ്റ്റർ, ഞാൻ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, ഇതെല്ലാം ചെയ്തു, ഈ ദൈവം അനങ്ങുന്നില്ല, ഇനി ഞാനില്ല. God is not moving. ഞാനില്ല, ഞാൻ തന്നെ മല പോയി പിടിച്ചോളാം. I will go take the mountain by myself. എന്ന് അയാൾ പറഞ്ഞില്ല. He did not say. അയാൾ പറഞ്ഞു സമയം എത്ര പോയാലും എന്നോട് പറഞ്ഞവൻ വിശ്വസ്തനാ. No matter how much it is delayed, the one who spoke to me is faithful. തന്നെ കൈകാര്യം ചെയ്യാൻ ഒരു ടിപ്പ് പറയാം. തന്നെ കൈകാര്യം ചെയ്യാൻ പോകുന്നത് ഭയങ്കര ഡേഞ്ചർ, അപകടമാണ്. It is very dangerous if you try to handle it yourself. You have to rely on him. അവനിൽ തന്നെ ചാരിക്കോണം, അവനിൽ തന്നെ ആശ്രയിച്ചോണം. You must rely and lean upon him. കാര്യം ഒരു പ്ലാൻ ബി എനിക്കറിയത്തില്ല. കാര്യം പ്ലാൻ എയിൽ തന്നെ എനിക്ക് നടക്കണം. ഒരു പ്ലാൻ ബിയും കൊണ്ട് ആരെങ്കിലും ഒക്കെ വരും. പ്ലാൻ ബി, somebody will come with a plan B, but I wanted to work on plan A, which is God's plan. മോശയൊക്കെ പറയുന്നത് I want to be in your presence, Lord. നീ നിന്റെ സാന്നിധ്യം എന്റെ കൂടെ പോരണമെന്നാ പറഞ്ഞത്. That is why Moses insisted, Lord, your presence should go with me. Don't send me without your presence. നിന്റെ സാന്നിധ്യം ഇല്ലാതെ എന്നെ ഈ കാര്യത്തിനകത്തൊന്നും നിയോഗിച്ചേക്കല്ലേ, എന്നെ അത് വിട്ടേക്കരുത്. Please don't send me for anything without your presence. What does it mean? അതിന്റെ അർത്ഥം എന്തുവാ? Total dependence of God. ദൈവത്തിൽ പൂർണ്ണമായ ആശ്രയമാണ്. ദൈവമില്ലാതെ എനിക്ക് ചെയ്യാൻ ഒക്കത്തില്ല. Which is total dependency on God, where you say without God I cannot do it. ഞാനും ഇങ്ങനെ ചിലപ്പോൾ പാടാനൊക്കെ വന്നിരിക്കുന്ന ഈ പാട്ട് നമുക്കറിയാമല്ലോ, ആ പാട്ട് കുളമാകുകയും ചെയ്യുന്നു. Sometimes when I stand here to sing, I get this overconfidence. I know the song and I mess up. വാക്കുകളൊന്നും മറക്കത്തില്ലെന്ന് വിചാരിക്കുന്നവനാണ് കറണ്ടു പോകും. The moment I think I won't forget the words. അറിയാവുന്ന പാട്ടായിരിക്കും, അടുത്ത വാക്ക് എന്നാന്ന് അറിയത്തില്ല. കാര്യം നമ്മൾ ഇതേ നോക്കി പാടി നമുക്കിപ്പം ഒരു ലിറിക്സും അറിയത്തില്ല. These days we don't know any of the lyrics because we are looking at the display and singing. ഹല്ലേലൂയ. നമ്മുടെ കഴിവിനകത്തോട്ട് ആശ്രയിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല അബദ്ധങ്ങളും പറ്റും. We make mistakes if you are going to depend on your strength. എന്നാൽ നമ്മൾ കർത്താവിലൊന്ന് ആശ്രയിച്ചു നോക്കിക്കേ, അവൻ നമ്മളെ ഉയർത്തിക്കൊണ്ടേയിരിക്കും. But depend on the Lord, he will lift you. അങ്ങനെയല്ലേ പാസ്റ്റർ സുനിലെ ഈ പറയുന്ന പോലെ ഇവിടെ ചുമ്മാ വെറുതെ അടാപിടി പരിപാടിയെല്ലാം തിരുവല്ലയിൽ കാണിച്ചുകൊണ്ട് നടന്ന് അവിടെ പോയി
കഷ്ടപ്പെട്ടല്ലേ? ഒത്തിരി കഷ്ടപ്പെട്ടില്ലേ അജ്മാനില്? അല്ലേ? കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തെ ഉയർത്തിക്കൊണ്ട് വരുവാൻ എളുപ്പമായിരുന്നില്ല. ഇപ്പോഴും കഷ്ടപ്പാടില്ലേ? ബിസിനസ്സിനകത്ത് ആള് അന്നേരം അവന് വിശ്വാസത്തിൽ വന്നിട്ട് ഏതാണ്ട് എളുപ്പമായിരുന്നു. അപ്പൊ ആ പഴയതിനേക്കാളും കുഴപ്പമാണ് വിശ്വാസത്തിൽ വന്നപ്പോ. പറയിപ്പിക്കുന്ന എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ വിചാരിക്കില്ല ശുശ്രൂഷയിൽ നിൽക്കുന്നവരെല്ലാം പട്ടുമത്തലായിരിക്കുന്നു. അയ്യോ, ഞങ്ങളുടെ മുള്ളേലായിരിക്കുന്നു. Never think that those who are in ministry are on a bed of roses. We are on pins. നമ്മൾ സ്വന്തം എന്ന് വിചാരിക്കുന്നവരെ കൂടെ നിൽക്കുന്നവർ ഇട്ടു പോത്തില്ലേ? അല്ലേ? പോയില്ലേ? People who think who are your own. നമ്മുടെ ഹൃദയം പറിച്ചു കൊടുത്ത് മോനെ മക്കളെ എന്ന് പറയുന്ന പുള്ളികൾ നാളെ പറയാ കണ്ടറിയാൻ വയ്യാത്ത ബിഹേവ് ചെയ്ത് എങ്ങനെ ഇരിക്കും? People whom you give your heart to, tomorrow they behave Heart as though they breaking. don't know you. ഹൃദയം തകർന്നു പോകുന്ന എത്രയോ കാര്യങ്ങൾ ശുശ്രൂഷകളിലുണ്ട്. In ministry itself we have very heartbreaking incidents. പക്ഷെ അവിടെയും പിടിച്ചു നിൽക്കുന്നതിന്റെ കാര്യം ഇവൻ വാക്കു മാറത്തില്ല. But we stand strong because he never changes. ഹല്ലേലൂയ. അത് ടോട്ടൽ ഡിപെൻഡൻസി ഓൺ ഗോഡ്. ദൈവത്തിങ്കലാണ് ആശ്രയം, ഒരു മനുഷ്യരിലുമല്ല. That is because our dependency is on the Lord. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ നീ അങ്ങോട്ട് പ്രാർത്ഥിച്ചാൽ, എനിക്ക് പ്ലാൻ എയിൽ തന്നെ നടക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ദൈവം പ്രവർത്തിക്കും. അല്ലെങ്കിൽ ദൈവം പ്രവർത്തിക്കാനുള്ള കൃപ നിനക്ക് തരും. If you are sticking on to plan A that God must act, God will act, or he will give you the grace to act. നിനക്ക് ആ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള വിവേകം കർത്താവ് നിനക്ക് തരും. Or God will give you the wisdom to solve that problem. ഹല്ലേലൂയ. Hallelujah. ചില സമയത്ത് നമ്മൾ വിചാരിക്കും നിൽക്കുന്നിടത്തെ മണ്ണെല്ലാം കൂടെ ഒലിച്ചു പോയെന്നൊക്കെ തോന്നും. Sometimes we feel that the ground is slipping away. കാര്യം സിറ്റുവേഷൻസ് എങ്ങനെയാണ്, നമ്മുടെ സറൗണ്ടിങ്സ് എങ്ങനെയാണ്, നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ദൈവത്തിന്റെ കരം എപ്പോഴും നമ്മുടെ കരത്തിൽ കാണും. No matter what the situation is, God's hand will be upon us. Never say. അടുത്തൊരു കാര്യം, ഇത് ദൈവത്തിന് പരിഹരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ പറയരുത്. I don't think God can handle it. കാര്യം പല കാര്യത്തിനകത്തും കർത്താവ് എന്നെ സഹായിച്ചു. കർത്താവ് ഇത്രയും നാളും എന്നെ നടത്തിയ. പക്ഷെ ഈ കാര്യം, ഈ രോഗം ദൈവത്തിന് പരിഹരിക്കാൻ പറ്റുമെന്ന് തോന്നില്ല. I know that God has helped me in so many areas, but എന്റെ പാസ്റ്ററെ, this sickness, I don't think ഞാൻ God can വിശ്വാസത്തിൽ വന്ന അന്ന് തൊട്ട് എന്തോരം കാര്യങ്ങൾ ദൈവം എനിക്ക് അനുകൂലമായിട്ട് ചെയ്തെന്ന് എനിക്കറിയാം. പക്ഷെ ഈ കാര്യത്തിനകത്ത് ദൈവത്തിന് തോന്നുന്നില്ല. My dear pastor, from the time I came to faith, God has handled many things for me, but I don't think God can handle this one. നമ്മൾ എന്തോ ചെയ്യുന്നറിയാമോ? ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുന്നവരുടെ ദൈവത്തിന് കഴിവില്ലാത്തതുകൊണ്ട് നമ്മൾ കഴിവുള്ളവരായി തീരാൻ ശ്രമിക്കും. So when such problems comes, we think that God can't do it, so we try to act. അത് പാസ്റ്റർ അറിയാൻ വയ്യാഞ്ഞിട്ട് അത്രയ്ക്ക് വലിയ വിഷയത്തിനകത്ത് ഞാനിപ്പോ ഇരിക്കുന്നത്. Pastor, you don't know in what great trouble I am in. അല്ലേ ബീന സിസ്റ്റർ, നമ്മൾ ഇപ്പൊ കടന്നു പോകുന്ന കാര്യങ്ങളൊക്കെ നാക്കിന് രുചിയില്ല, സലൈവ പ്രൊഡ്യൂസ്ഡ് ആകുന്നില്ല. നിങ്ങൾക്കാർക്കും ഇതിനകത്തിരിക്കുന്ന ഒറ്റ ഒരാൾക്ക് മനസ്സിലാകത്തില്ല ഒരാളുടെ വായിക്കാത്ത സലൈവ ഉണ്ടായില്ലെങ്കിൽ ആഹാരം കഴിക്കുന്നതിനെ കുറിച്ച്. ഇടയ്ക്കെല്ലാം നാക്ക് ഡ്രൈ ആയി പോകുന്നു. ഈ പ്രശ്നത്തെ ആർക്കും മനസ്സിലാകത്തില്ല. ഇവൻ ജോണിക്കുട്ടി ബ്രദർ ഭർത്താവാന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ നാക്കെടുത്ത് അങ്ങോട്ട് കൊടുക്കാൻ പറ്റുമോ? മോളെ ബീന, നീ ഒത്തിരി കഷ്ടപ്പെടുന്നു, ഒരു കാര്യം ചെയ്യ്, ഒരാഴ്ച നീ എന്റെ നാക്കങ്ങ് ഉപയോഗിച്ചു എന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അവരവര് ചില പ്രശ്നത്തിനകത്തൂടെ പോകും. None of us may be able to understand what Bina's sister goes through when she is not able to produce saliva in her tongue. അവിടെയാണ് When we go through issues, others may not understand. അവിടെയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ടത്, നീ വാക്ക് മാറുന്നവനല്ല. That is where we need to declare, you are നീ എന്നെ വഴിയിലിട്ടേച്ച് പോകുന്നവനല്ല. പ്രശ്നമൊക്കെ ഇതായിരിക്കാം, പക്ഷേ ഐ നോ സംതിങ് ദാറ്റ് യു ആർ ഓൾവേസ് വിത്ത് മീ. നീ എന്റെ കൂടെ ഇരുന്ന് എന്നെ വഴി നടത്തുന്ന കർത്താവാ. You are a God who will be with me and lead me on the way. അത്രയ്ക്ക് വലിയ വിഷയമാണ്. Such a big problem. Is anything too hard for the Lord? Is anything too hard for the Lord? Is anything too hard? Is anything too hard? Is anything too hard for the Lord? Is anything too hard for the Lord? Is anything too hard for the Lord? Is anything too hard? Is anything too hard? Is anything too hard for the Lord? Say, no, nothing is too hard for the Lord. No, nothing is too hard for the Lord. No, nothing is too hard. No, nothing is too hard. No, nothing is too hard for the
എന്നേശുവാലാകാത്തതൊന്നുണ്ടോ? എന്നേശുവാലാകാത്തതൊന്നുണ്ടോ? എന്നേശുവാലാകാത്തത്, എന്നേശുവാലാകാത്തത്, എന്നേശുവാലാകാത്തതൊന്നുണ്ടോ? എന്നേശുവാലാകാത്തതൊന്നില്ലേ? എന്നേശുവാലാകാത്തതൊന്നില്ലേ? എന്നേശുവാലാകാത്തത്, എന്നേശുവാലാകാത്തത്, എന്നേശുവാലാകാത്തതൊന്നുമില്ലേ? ഏതെങ്കിലും കാര്യം കർത്താവിന് ഭാരമാണോ? Is there anything too difficult for the Lord? കർത്താവിന് കഴിയാത്ത ഏതെങ്കിലും ഒരു കാര്യമുണ്ടോ? Is there anything too hard for the Lord? പറ, അവനെ കൊണ്ടെല്ലാം കഴിയും. Everything is possible with him. നെവർ സേ. പ്രാർത്ഥിക്കുമ്പോൾ മറ്റൊരു പോയിന്റ്, പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും ഞാനൊരു പാപിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കില്ല. Whenever you pray, never keep saying, I am a sinner, I am a sinner. ചിലർക്ക് അങ്ങനെയാണ്, അയ്യോ പാപി ഗോപി. ഇവിടെ ഒരു മരിച്ചുപോയി ആ പാസ്റ്റർ, ക്യൂറ്റിലൊക്കെ വരുമായിരുന്നു, അറിയാമോന്ന് എനിക്കറിയത്തില്ല, വായിച്ചാൻ അറിയാൻ തോന്നുന്നില്ല. പാസ്റ്റർ പി ഗോപി. ആ, നമ്മുടെ തോമാച്ചാനൊക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നവര്. പാസ്റ്റർ പി ഗോപി അദ്ദേഹം വിശ്വാസത്തിലൊക്കെ വന്ന നമ്മുടെ പാക്കിലെന്ന് പറഞ്ഞ സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളൊക്കെ. ഭയങ്കര നല്ല മനുഷ്യനാണ്. ഞാനും അവിടെ പോയി മിനിസ്റ്റർ ചെയ്തിട്ടുണ്ട്. There is a particular pastor named Pastor P. Gobi. ആ, ഞാൻ ഇവിടുന്ന് കുറേ സാധനങ്ങൾ, ലിറ്ററേച്ചർ, കുറേ കാര്യങ്ങൾ വണ്ടിയെ വന്ന് എടുത്തുകൊണ്ട് പോകുമായിരുന്നു. He used to take a lot of literature from us. അപ്പോൾ അവരുടെ അവരുടെ പാസ്റ്റേഴ്സിനെല്ലാം കൂടി ഒരു മീറ്റിംഗ് നടത്തണം എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി മീറ്റിംഗ് നടത്താൻ ഞാൻ അവിടെ പോയി ഡിസൈപ്പിൾഷിപ്പ് ഒക്കെ പഠിപ്പിച്ച. So once I've gone there and done a training on discipleship. ആ പാസ്റ്ററിന്റെ പേര്, പാസ്റ്റർ ഈ ഭിത്തിയിലൊക്കെ പണ്ട് മതിലൊക്കെ എഴുതി വെക്കത്തില്ലേ, പാസ്റ്റർ പി ഗോപി പ്രസംഗിക്കുന്നു. So as it used to be written on the walls, Pastor P. Gopi is speaking. അപ്പോൾ നമ്മൾ മലയാളത്തിൽ എഴുതുമ്പോൾ പാ കുത്ത് പി ഗോപി അങ്ങനെ എഴുതുന്നത്. In Malayalam it will be like Pa, കുത്ത് P, dot and Gopi. ആ ഗോപി. അപ്പൊ ഈ കുരുത്തം കെട്ട പിള്ളേരെന്താ അറിയാം, കുത്തുപോയി തുടച്ചു കളയും. അപ്പൊ എന്താ വായിക്കും, പാപി ഗോപി പ്രസംഗിക്കുന്നു. These children will remove this pastor's Pa, the not dot Pa. after that. ഡോട്ട് The dot after that. കുത്ത് 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 The dot. ആ അതൊക്കെ തുടച്ചു കളയും. And then it will read like Papi, which means sinner. കണ്ട, പാപി ഗോപി പ്രസംഗിക്കുന്നു. Which means sinner Gopi speaking. ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ പാപിയാണ്, കുറവുള്ളവനാണ്, എന്റെ കർത്താവ് ഈ കണ്ണുപൊട്ടന്റെ നിലവിളി ആരും കിട്ടപ്പെടാതിരിക്കുന്നില്ലല്ലോ അമ്മച്ചി. രണ്ട് കണ്ണിയില്ലാത്തത് പാപത്തിന് തരുമം കൊടുക്ക അമ്മമ്മേ. ഭയങ്കര ഇഷ്ടമാണ് ചിലർക്ക് ഇങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊക്കെ ഭിത്തി ഉണ്ടെങ്കിൽ ആ ഭിത്തിയെ മുഴുവൻ ഇങ്ങനെ പിഴിഞ്ഞൊഴിച്ച് അങ്ങ് കരച്ചിലോടെ കരച്ചില്ല പ്രാർത്ഥനയ്ക്കകത്തൊക്കെ വന്നു. Some people love to cry and wail and say that they are a sinner and But the word of God says make melody in your heart. നിന്റെ ഹൃദയത്തിനകത്ത് സന്തോഷത്തോടെ നീ പ്രാർത്ഥിക്കണം. But the word of God says to make melody in your heart and pray. Where do you miss that? നമ്മുടെ അകത്ത് എവിടെ ഇത് നഷ്ടപ്പെട്ടത്? സന്തോഷമില്ല. Somewhere we have lost the joy. Making melody in your heart. Making melody in your heart. അങ്ങനെ ഒരു ഇതിൽ പാട്ടില്ലേ, അങ്ങനെ അത് പാടുന്നു. ആ ആ ആ തംസ് അപ്പ് അങ്ങനല്ലേ, അതെനിക്കറിയാം. മനസ്സിലായോ? പിന്നെന്താ എൽബോസ് അല്ല, തംസ് അപ്പ് കഴിഞ്ഞ് വേറെ ചില സാധനങ്ങളൊക്കെ പറയത്തില്ലേ, അത് പഠിച്ചേച്ച് അടുത്ത ആഴ്ച ഒന്ന് പഠിപ്പിക്കണേ. മേക്കിംഗ് മെലഡി ഇൻ യുവർ ഹാർട്ട്. ഹൃദയത്തിനകത്ത് സന്തോഷമില്ലാതെ സുമയാൻ്റെ വെൺമണിയിൽ ഇരുന്നുകൊണ്ട് വെൺമണി ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ വിശ്വാസത്തിലുള്ളൂ, ബാക്കി മൊത്തം പാപികളാന്ന് പറഞ്ഞ കർത്താവ് പറയും. നേരെ തിരിച്ചാണ്, മൊത്തം നല്ല മനുഷ്യരാണ്, നീ മാത്രമേ ഉള്ളെന്ന് പറയും. നമുക്ക് അങ്ങനെ വിചാരം. കാര്യം നമ്മൾ മാത്രം എക്സോഡസ് ചർച്ചിൽ പോകുന്നതുകൊണ്ട് ഞാൻ മാത്രം വിശുദ്ധൻ, ബാക്കി എല്ലാവരും പാപി ഗോപി. Sometimes we think that we are the only holy people, the rest are all sinners. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. We are all children of
God. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന് 1-ാം വാക്യം, കാൺമീൻ ബിഹോൾഡ് ദാറ്റ് വി ആർ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. കാൺമീൻ, നാം ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ ഇത്ര വലിയ സ്നേഹത്തെ കുറിച്ച് അവൻ ചൊരിഞ്ഞെന്നല്ലേ എന്റെ അർത്ഥം. 1 John 3:1 says, behold what manner of love the Father has given unto us, that we may be called the children behold of what God. manner of love the Father that given unto us. എനിക്ക് പറയാൻ ഞാനിതൊക്കെ പഠിച്ചിട്ടുള്ളത്. കാൺമീൻ, നമ്മൾ ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ എത്ര വലിയ സ്നേഹം. ഒന്ന് പറഞ്ഞേ, എന്തോ വലിയ സ്നേഹം. വലിയ സ്നേഹം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? What great love. That is the sign, that is the symbol of that cross. That love is the symbol of the ആ cross. കുരിശന്തിയെ Where is the cross? ഞാനതുകൊണ്ടാ ചോദിക്കുന്നത് ഡാനി, നമുക്ക് ഫലമുള്ളവരായിരിക്കാൻ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. We all want to ഫലമുള്ളതായിട്ടിരിക്കാൻ be fruitful. ഇഷ്ടമല്ലേ? We all love to be പാസ്റ്റർസിനിലെ fruitful. ഫലമുള്ളവനായിട്ടിരിക്കാൻ ഇഷ്ടമല്ലേ? Even pastors, we ഞാൻ love to ആരോട് be ചോദിച്ചെന്ന് fruitful. പറഞ്ഞാൽ നിങ്ങൾ പറയും ആ കർത്താവിന് വേണ്ടി ഫലമുള്ളത് എരിഞ്ഞ് ഫലമുള്ളതായിട്ടിരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. Everyone loves to be fruitful. ബട്ട് മൈ ക്വസ്റ്റ്യൻ, ക്യാൻ യു ബി എ സീഡ്? നിനക്ക് വിത്തായി തീരാൻ പറ്റുമോ? But can you become a seed? വിത്താണെങ്കിൽ യു ആർ നോ മോർ ദേർ, നീ ചത്തു. If you are a seed, ഗോതമ്പ് you have മണി to നിലത്ത് die. വീണ് ചാകുന്നില്ല. നീ സീഡാണെങ്കിൽ നിന്നെ ആരും അറിയത്തില്ല. If you are a seed, you will fall to the ground. ഫലമുണ്ടെങ്കിൽ എല്ലാവരും പറയും എന്നാ രസമായിരിക്കും, എന്തോ ഭയങ്കരമായിരിക്കും, എന്തോ ഭംഗിയായിരിക്കുന്നു. ഫലത്തെ നോക്കി ആൾക്കാർ പറയും. People will look at the fruit and say how beautiful it is. What do you want to be? നിങ്ങൾക്ക് എന്തോ ആയിരിക്കേണ്ടത് ആഗ്രഹം? ഫലമുള്ളതായിട്ടിരിക്കണോ? ഇന്നിപ്പം വേണമെങ്കിൽ ഞാൻ ചോദിക്കുന്നോണ്ട് പറയാമായിരിക്കില്ല ഞങ്ങൾക്ക് വിത്തായാൽ മതിയെന്ന്. കാണണം ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോ. What do you want to be? Do you want to be a കാര്യം seed that is sown in the ground ശ്രദ്ധിച്ചേ, unseen? വിത്തായി ജനിക്കുന്നവനുണ്ടല്ലോ ചാകാൻ വേണ്ടിയാ ജനിക്കുന്നത്. Those who are born as a seed are born to die. But he knows that he will never get perished. അവൻ ഒരിക്കലും തകർന്നു പോകത്തില്ല എന്നറിയാം. അവന്റെ ആ മരണത്തിനകത്തൂടെ, ഇല്ലായ്മയ്ക്കകത്തൂടെ അവൻ ഒത്തിരി പുറത്തു കൊണ്ടിരും. But the seed will never die. Through its death it will produce something great. ഹല്ലേലൂയ. Hallelujah. യേശു രക്ഷകനാണെന്ന് പറയാൻ എളുപ്പമാകുന്നു. Jesus is my savior. It's easy. യേശു പാപികളെ രക്ഷിക്കുന്നു, യേശു രോഗികളെ സൗഖ്യമാക്കുന്നു, യേശു നിന്നെ സ്വർഗ്ഗത്തിൽ കൊണ്ടുവന്നൊക്കെ പറയാൻ എളുപ്പം. പക്ഷെ യേശു എന്റെ ഇടയനാണെന്ന് പറയണമെങ്കിലോ? It's easy to say that the Lord is my savior, but if you have to say the Lord is my shepherd, For that you should have, അകത്തെന്തെങ്കിലും ഭയങ്കര ശക്തമായ സാധനം എന്നല്ല, യേശുവാണ് എന്റെ ഇടയൻ. He is my shepherd. you must have such confidence in your heart to say that He ജീസസ് is my സേവിയർ എന്ന് പറയാൻ shepherd. പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. യേശു രക്ഷിച്ചതാ എല്ലാവരും. പക്ഷെ ഈ രക്ഷിച്ചവനാണ് എന്റെ ഇടയൻ എന്ന് പറയണമെങ്കിലോ? It is easy to say the Lord is my savior because He did the work, but to say that the Lord is your shepherd, അവനാ പറയുന്നത് ഐ ഷാൽ നോട്ട് വാണ്ട്, എനിക്ക് ഒന്നിനും ഒരു കുറവും ഉണ്ടാകത്തില്ല. and such a person can confidently say, I shall not be in want. ഹല്ലേലൂയ. Hallelujah. യേശു ഇടയനാണെങ്കിൽ നിനക്ക് ഒന്നിനും ഒരു കുറവുണ്ടാകത്തില്ലെന്ന്. The Lord is your shepherd, you shall not want. യേശുവിന്റെ രക്തത്തെ തുച്ഛീകരിക്കുന്നതാ ഒരുത്തൻ പാപിയാണെന്ന് പറഞ്ഞു പോയാൽ. If you are going to keep confessing that you are a sinner, you are belittling the blood of Jesus. When you say that you are a sinner, നീ ഒരു പാപിയാന്ന് പറയുമ്പോൾ നീ യേശുവിന്റെ രക്തത്തിന്റെ വിലയെ കുറച്ചു കളയുക. You are belittling the value of the blood of Jesus when you say you are a sinner. കാരണം ഈ രക്തമാണ് നിന്നെ നീതീകരിച്ചത്. Because this blood has justified അതിന്റെ you. അർത്ഥം നിന്നെ നീതീകരിച്ച ദൈവത്തെ നീ റിജക്ട് ചെയ്യണം. Because you are rejecting the Lord who has justified you. ഹല്ലേലൂയ. എബ്രായർ 10-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യത്തിനകത്ത് 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരിക്കലും നമ്മൾ ചെയ്യരുതാത്ത 3 കാര്യങ്ങളാണത്. Hebrews 10:29 speaks about 3 things we must never do. 10-ന്റെ 29-ാമത്തെ വാക്യം, 10:29. ദൈവപുത്രനെ ചവിട്ടിക്കളയുക. Stamping ഒന്നാമത്തെ the കാര്യം Son of ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ ഇഗ്നോറിംഗ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വചനം ഇതൊക്കെ ഇത് ആർക്കറിയാൻ പറ്റിക്കല്ലേ? പാത്രം ഉമ്മ പറഞ്ഞ തൊള്ള തുറന്നോണ്ടിരിക്കുക. വചനമൊക്കെ ഞാൻ കേട്ടിട്ടാ പറയും, അയ്യോ എന്തുമാത്രം വചനം അല്ലേ തന്നെ ഞങ്ങൾ കേൾക്കുന്നുണ്ട് യൂട്യൂബിൽ കൂടെ. പക്ഷെ നിന്റെ കൂട്ടായ്മയ്ക്കകത്ത് മെസ്സേജ് നീ കേൾക്കുന്നില്ലെങ്കിൽ യു ആർ ഗോൺ. യു ആർ നോട്ട് അക്കൗണ്ടബിൾ. നീ എവിടുത്തെ കാര്യമായി, ആരുടെ കാര്യമായി കേൾക്കുന്നത്? നിന്റെ വീട്ടിൽ ഒന്നാന്തരം ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കി വെച്ച് നീ അപ്പുറത്ത് പോയിച്ച് എന്തിനാ നീ ആ പുഴുക്കടിക്കാൻ പോകുന്നത്? എന്തോരം ശർക്കരയും തേങ്ങാപ്പീരയും കൂടി ഇട്ട അട ഉണ്ടാക്കി വീട്ടിൽ വെച്ചേക്കെന്നറിയാമോ? അടിച്ചു കയറ്റാൻ അട ഉണ്ടാക്കി വെച്ചിരിക്കും. അന്നേരം നീ അപ്പുറത്ത് പോയച്ച് വിശക്കൊന്ന് ഇവിടെ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു നിന്നട എങ്ങനെ ഇരിക്കും? പിന്നെ കിട്ടുന്നതല്ല ആണോ?
ദൈവപുത്രനെ ചവിട്ടിക്കളയെന്ന് പറഞ്ഞാൽ യു ആർ ഇഗ്നോറിംഗ് ദ വേർഡ് ഓഫ് ഗോഡ്. Trampling the Son of God See, underfoot means you're ignoring the word of God. പലർക്കും അറിയാൻ വയ്യ ഏതാ വീടെന്ന്. You must eat food from your own house, your own home, but many do വീടറിയത്തില്ല. not know വീടറിയാതെ their own home. വാണ്ടറിങ് ആണെങ്കിൽ നമ്മളിങ്ങനെ കറങ്ങി നടക്കുവാണെങ്കിൽ ചെല്ലുന്നിടമെല്ലാം അവരുടേതാക്കി അങ്ങ് മാറ്റും. If you don't know No, no, where no. is your home, wherever അങ്ങനെ you അങ്ങനെ go, ഒരു you make സംഭവമില്ല. your home. അതിനാണ് നമുക്ക് ഹോം പാരീഷ് എന്ന് പറഞ്ഞൊരു സാധനം വെച്ചേക്കുന്നത്. ഹോം പാരീഷ്. That is why we need to have a home parish. നമ്മൾ എപ്പോഴും ചിന്തിച്ചോണം ഞാൻ ഏത് വീട്ടിലേ. You must remember which house do I ഒരു belong to. അഡ്രസ് വേണം നമുക്ക്. We need to have an address. അഡ്രസ്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പം തൈത്ത് കൊടുത്തു കഴിഞ്ഞാലും 5-6 ഗവർണറാക്കി പലയിടത്തും കൊടുക്കും തൈത്ത്. അയ്യോ, ദാറ്റ് ഈസ് റോങ്. അങ്ങനല്ലത് ചെയ്യേണ്ടത്. തൈത്ത് ഷുഡ് ബി ഗിവൺ ടു യുവർ ഹോം പാരിഷ്, സ്പിരിച്വൽ ഹൗസ്. നിനക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തെടുത്താണ് നീ അതൊക്കെ ചെയ്യേണ്ടത്. ഇവിടെ തരാൻ വേണ്ടിയൊന്നുമല്ല പറയുന്നത്, അതാണ് അതിന്റെ ഡിസിപ്ലിൻ. The real discipline of giving tithe is not breaking the tithe into various 10 കവറാക്കി portions വെച്ചേക്കുക. and 10 covers and distributing it in different places. 10 എങ്ങനെ അക്കൗണ്ടബിലിറ്റി ഉണ്ടാകും? വരത്തില്ല ഒരിക്കലും. How will you have accountability? You അത് must അത് give it your അത് spiritual ഓഫർട്രിയാണ്. house. അതൊക്കെ അവിടെ കൊടുത്തോണം. അത് കൊടുക്കേണ്ടിടത്തൊക്കെ നിങ്ങൾ നിങ്ങളുടെ സ്വോത്രാഴ്ചകളെ സ്വോത്ര വഴിപാടുകളെ കൊടുക്കണം. പക്ഷെ നീ ദശാംശം എന്ന് കാണുന്ന കാര്യം നിന്റെ വിഹിതത്തെ നീ കൊടുക്കേണ്ടിടത്ത് കൊടുക്കേണ്ടത്. If you want to give offering somewhere else, you can give, but your That is what is good portion accountability. should come to your ഞാനിങ്ങനെ home പറയുന്ന church. പറഞ്ഞാൽ എന്നെ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. നിങ്ങൾ തന്നാലും ശരി തന്നില്ലെങ്കിലും ശരി, എനിക്കിതൊന്നും വിഷയമൊന്നുമല്ല. ഞാൻ ഒരാടെ ഒന്നും കൊണ്ടല്ല ജീവിക്കുന്നത്. സ്വർഗത്തിന് ദൈവം എന്നെ അത്ഭുതകരമായിട്ട് നടത്തുന്നതാ. When പക്ഷെ I say this, നിങ്ങൾക്ക് കുറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി തൊണ്ടകീറി ഞാനിതൊക്കെ പറയുന്നതാണ്. നിങ്ങൾ വർദ്ധിച്ചു വരണമെന്നുള്ള എൻ്റെ ആഗ്രഹം. I just want you to prosper, not for my benefits, that when you give, you must give it in full to your home parish for your അത് prosperity. പറഞ്ഞ ഓർഗൻ വാങ്ങിച്ചോറിന് ഓർഗൻ വാങ്ങിക്കാൻ ഫെബിൻ ഫെബിൻ വായിച്ചോണ്ടിരിക്കുകയല്ലേ. ഫെബിനോട് ഞാൻ പറഞ്ഞു, നീ കണ്ടോണ്ട് ഒരു അത്ഭുതം നടക്കാൻ പോകുന്നത്. 1,00,000 രൂപ 95,000 രൂപയുടെ ഓർഗനാണ്. 1,14,000 രൂപ അതിന്റെ ഒറിജിനൽ വില. കർത്താവ് വഴി ഒരുക്കും. അപ്പൊ ഇവന് ഒരു കുഴപ്പമുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞു. പാസ്റ്ററിന്റെ മോനായതുകൊണ്ട് അവൻ എന്നെ ഒരുമാതിരി ആക്കി. അപ്പൊ ഞാൻ പറഞ്ഞു, നീ അടുത്ത ആഴ്ച കേട്ടോണെന്ന് പറഞ്ഞു ടെസ്റ്റ് മണി. So when we wanted to buy a keyboard worth 94,000, I told Febin that God is going to do a miracle. Next week you will hear the testimony. ഞങ്ങൾ വാങ്ങിച്ചോണ്ട് വന്നിട്ടും ആരും പൈസയൊന്നും തന്നില്ല. എൻ്റെ ഒരു പ്രിൻസിപ്പിൾ അനുസരിച്ച് ഒരു മനുഷ്യനോട് ഒരാവശ്യം പറയത്തില്ല. We bought the keyboard and came. I never mentioned this need to anybody. പിന്നെ ചില കാര്യങ്ങളൊക്കെ വല്ല പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടി വല്ല ആർക്കെങ്കിലും സഹായിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ പിള്ളേർക്ക് വേണ്ടി, ഇവിടുത്തെ വേറെ ഇതൊന്നും വേണ്ടിയാവില്ല, ആർക്കെങ്കിലും വേണ്ടിയൊക്കെ ചെയ്യാനുണ്ടെന്ന് കുറച്ച് വല്ല ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി വല്ലപ്പോഴും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തന്നെ എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. We may sometimes ask if we want to ഇന്ന് help someone. ഇന്ന് വന്നിരിപ്പുണ്ട് ഒരു ആപ്ലിക്കേഷൻ. ജനുവിന 1,20,000 രൂപ പുഷ്പകരിയില്ല. ഒരു പാവം പാസ്റ്റർ എൻ്റെ കൊണ്ടുവന്ന് എഴുത്തൊക്കെ എഴുതി. ഞാൻ ചോദിച്ചാൽ എന്തിനു എഴുത്തൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കത്തില്ലെന്ന് വിചാരിച്ചിട്ട് ഇവിടുത്തെ കമ്മിറ്റി കൊടുക്കണമെന്ന്. പാസ്റ്ററിന്റെ വിചാരം എന്തുവാ? ഇവിടെ കമ്മിറ്റിയും പാസ്റ്ററിന്റെ കൊങ്ങായിക്ക് പിടിക്കുന്ന പരിപാടിയും അതൊക്കെ പറയുന്ന ഭയങ്കര പരിപാടികൾ ഇവിടെ. ഞാനത് കഴിഞ്ഞില്ല. പാവം പിടിച്ച മനുഷ്യൻ നല്ല ലെജിബിളായിട്ട് എഴുതി, എന്നെ സഹായിക്കണമേ, ഭാര്യ ജെസ്സിയുടെ ചികിത്സയ്ക്ക് ആവശ്യമായി. പാവം പിടിച്ചത് ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയതാ. പക്ഷേ എന്തോ ചെയ്യാനാ, ശാരീരിക ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങൾ. This is an അത് നമ്മൾ appeal from സഹായിക്കും. a pastor who is requested for money. ആരെ എന്തോന്നും ചോദിച്ചാൽ എനിക്കറിയത്തില്ല, പക്ഷെ സഹായിക്കും. We will help him. അതിനുള്ള പൈസയും കർത്താവ് അതൊക്കെ തരും. God will provide the money to help. അന്ന് രാത്രിയിൽ എൻ്റെ മൊബൈലിൽ മെസ്സേജ് വന്നു, 80,000 രൂപ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു. That night I got a text from in my mobile that 80,000 is transferred. അപ്പോൾ ഞാൻ ആളോട് പറഞ്ഞു, നന്നായി പോയി, ഏതായാലും ഇങ്ങനൊരു പ്രവൃത്തിക്ക് വേണ്ടിയായിരുന്നു. 94,500 രൂപ. കാര്യം ഞാൻ അച്ഛനാന്നറിഞ്ഞപ്പോൾ 500 രൂപ കുറച്ചു. നിങ്ങൾക്കൊക്കെ അല്ലേ വിലയില്ലാത്തത്. അവിടേക്കുന്ന ഹൈന്ദവനായ ശ്രുതി മ്യൂസിക്കലിൻ്റെ ഉടമസ്ഥന് റവറൻ റോണി മാത്യു, അയ്യോ അച്ഛനായിരുന്നു എനിക്കറിയത്തില്ലായിരുന്നു പറഞ്ഞ് 500 രൂപയുടെ കുറച്ചാണ്. നിങ്ങൾ ആ അഴിച്ചിട്ട മുണ്ട് വേണമെങ്കിൽ എന്നെ കാണുമ്പോൾ കളത്തി കൊടുക്കും. അയാൾക്ക് അത്രയ്ക്ക് ബോധമുണ്ട്. When we paid money, the bill was
was 94,500, but when he saw that my name was Reverend Ronnie Matthews, he reduced 500. ഞാൻ ചെന്ന് ആദ്യമൊക്കെ ഇച്ചിരി സംസാരിച്ചൊക്കെ നോക്കി. അപ്പം പാൻറ് ഷർട്ടൊക്കെ ആന്ന് പറഞ്ഞ് ഏതച്ഛനാ, പിള്ളേരുടെ അച്ഛനാന്ന് പുള്ളിക്കറിയാം. പിന്നെ ഈ ബില്ലെഴുതാൻ നേരത്ത് പേര് കണ്ടപ്പോഴാണ് അയ്യോ അച്ഛനാന്ന് എനിക്കറിയത്തില്ലായിരുന്നു. എന്നാ അച്ഛ ഒരു 500 രൂപയുടെ കുറച്ചേക്കാം. So he reduced 500. അപ്പൊ ഞാൻ ഈ വിവരം ഈ ആളോട് പറഞ്ഞു. ഇങ്ങനെയായിരുന്നു എന്റെ സംഭവം. 94,500 രൂപയായി, 500 രൂപയായി. ഏതായാലും ഇത്രയും പൈസ അയച്ചു തന്നില്ല, ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. So I told the person who sent me 80,000 that thank you for sending this. ഞാൻ വേറൊന്നിനും വേണ്ടിയല്ല പറഞ്ഞ കാര്യം, ദൈവം ചെയ്ത പ്രവൃത്തിയെ നമുക്ക് ആളോട് നന്ദി പറയണ്ടായോ? ഇത്രയും നിങ്ങൾ അയച്ചു തന്നില്ലേ, ബാക്കി അതൊരു വിഷയമല്ല. അപ്പൊ എന്നോട് പറയാണ്, അല്ല പാസ്റ്ററെ എന്റെ തെറ്റാ, എന്റെ തെറ്റാണത്. എന്റെ തെറ്റാണെന്ന് ഞാൻ ചോദിച്ചു, എന്നെ പറ്റി? എന്റെ ഭർത്താവ് പറഞ്ഞ 1,00,000 രൂപ അയച്ചു കൊടുക്കാൻ ഞാൻ 20,000 രൂപ എടുത്ത് മാറ്റി ഞങ്ങൾ പോകുന്ന പള്ളിയിൽ തയ്ത്ത് കൊടുക്കാന്ന് വിചാരിച്ചു. Husband told me to give 1 lakh. I kept away 20,000, thinking of giving tithe to our church where we go here. നിങ്ങൾ മനസ്സിലായോ? തയ്ത്തിനെ മുറിക്കരുത്. Never break tithe. കാര്യം അങ്ങനെ ഒരു സംവിധാനമില്ല. നമ്മൾ ദിവസം മുഴുവൻ വായിച്ചാലും Even if you read the കേട്ടോ. ഞാൻ whole അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി കവറും അധികം അടിച്ചതുമില്ല. പാപിയാന്ന് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, പാപിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവപുത്രനെ ചവിട്ടി. കാര്യം ഇത്രയും നാളും കേട്ട വേർഡ് ഓഫ് ഗോഡ്, യു ആർ ജസ്റ്റ് ഇഗ്നോറിങ് ഇറ്റ്. വചനത്തെ തുച്ഛീകരിക്കുക, വേണ്ടാന്ന് വെക്കുക. The moment you say you are a sinner, you are belittling and trampling the word of God that you've been hearing. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, അതാ ഞാനിപ്പം പറഞ്ഞുകൊണ്ടിരുന്നത്. The second point. തന്നെ വിശുദ്ധീകരിച്ച രക്തത്തെ മലിനമെന്നുണ്ട്. You're counting the blood of the covenant as a common. ഞാൻ പാപിയാന്ന് പറയുന്ന പറഞ്ഞ ആക്ച്വലി നിങ്ങൾ ചെയ്യുന്നത് പറയാ, വിശുദ്ധീകരിച്ച രക്തത്തെ മലിനമാക്കി കളയും. You are ignoring the blood of Jesus. എല്ലാ പാപികളും ചേർന്ന് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടോ. ഞാൻ ചമ്മിപ്പോയി. പാപി എന്ന് ഒരാൾ പറഞ്ഞാൽ യേശുവിന്റെ രക്തത്തിന്റെ നേരെ വിരൽ ചൂണ്ടുന്നു. If you say that you are a sinner, you are pointing fingers at the blood of Jesus. അടുത്തതാണ് ഇച്ചിരൂടെ വിഷയമുള്ളൊരു കാര്യം പറയുന്നത്, കൃപയുടെ ആത്മാവിനെ. Never insult him. The spirit of grace you should never insult. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ച്, ഈ 3 കാര്യങ്ങൾ വാസ്തവത്തിൽ ദൈവത്തിന്റെ ഭവനത്തിന്റെ പുറത്ത് നിൽക്കാൻ നീ നിന്നെ അനുവദിക്കുന്ന മേഖല. These are the 3 areas where you are allowing you to stand outside the house of God. ഓക്കെ, ദൈവപുത്രനെ ചാടി വേർഡ് ഓഫ് ഗോഡ് വേണ്ടാന്ന് വെക്കുക. ദൈവത്തിന്റെ വചനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ ദൈവത്തിന്റെ വചനം കേൾക്കാൻ പറ്റത്തുള്ളൂ. അത് വേണ്ട. മീറ്റിംഗ് ഒന്നും ഉണ്ടെങ്കിൽ മീറ്റിങ്ങിന് വരത്തില്ല, വന്നാൽ തന്നെ ക്യാമറ ഓണാക്കത്തില്ല. മനസ്സിലായോ? അല്ല ഭയങ്കര എന്തൊക്കെ സ്റ്റൈല് പോലെ ആ ക്യാമറയുടെ മുമ്പിലോട്ട് വന്നിരിക്കത്തില്ല. അയ്യോ, സൂമൊക്കെ ഉണ്ടാക്കിയതിനായിട്ട് ദൈവത്തിന് സ്വതന്ത്രം പറയും. ഇവിടൊക്കെ വന്ന് ഇരിക്കേണ്ടതല്ലേ? ഇവിടെ വന്നിരുന്ന് എൻ്റെ മുഖത്തോട്ട് നോക്കിയിരിക്കേണ്ടതല്ലോ, ഒന്നല്ല സൂമിനകത്താന്നല്ലോ. അല്ലെ ഷിൻ്റെ പണ്ട് ഇതുപോലെ ഒരു ഫോട്ടോ എടുത്ത് അവിടോട്ട് വെച്ച് അവൻ ആ ഭയങ്കര കാര്യമൊക്കെ ചെയ്യാൻ അങ്ങ് പോകും. നമ്മൾ നോക്കുമ്പോൾ ഷിൻ്റെ തൊണ്ടിക്കിരിപ്പുണ്ട്. എത്ര നാളവൻ എന്നെ കളിപ്പിച്ചാന്നറിയോ? ഞാൻ വിചാരിക്കുകയും ചെയ്തു എന്തോ ഒരു ആകാംക്ഷയുടെ അവനെല്ലാം എഴുതിയെടുക്കുക. ഇങ്ങനെ ഇരിപ്പുണ്ട്. ഓൺ യുവർ മാർക്ക് ഗെറ്റ് സെറ്റ് ഗോ എന്ന് പറയുമ്പോൾ ഓടാൻ വേണ്ടി ഇരിക്കുന്നില്ല. ദൈവത്തിന്റെ വചനം വേണ്ടാന്ന് വെക്കുക. അടുത്തിരിക്കുന്ന കൈ കൊടുത്തൂര്. ദൈവത്തിന്റെ വചനം വേണ്ടാന്ന് വെക്കത്തില്ലേ? കുഴപ്പമില്ല. വലത്തെ കൈ കൊടു, ചീത്ത കൈ കൊടുക്കാതെ. അത് കൊടുക്കുമ്പോഴെങ്കിലും നല്ല കൈ കൊടുക്കണ്ട അല്ലേ? ദൈവത്തിന്റെ അല്ല സത്യം. ഇന്ന് നമ്മളൊക്കെ നിൽക്കുന്നത് ഈ വചനമില്ലായിരുന്നെങ്കിൽ എൻ്റെ പാസ്റ്റർ നമ്മളെവിടെ ചെന്നേനെ അല്ലേ? എപ്പോഴേ കുരുപൂട്ടി എല്ലാം കൂടെ പോയേനെ അല്ലേ? വചനം ഇല്ലായിരുന്നു. ഇന്നല്ലേ കസരയിലൊക്കെ ഇരുന്ന് എഴുതുന്നത്. മറ്റേ ഇവിടെ നിലത്ത് കിടന്ന് എന്തോരം എഴുത്തായിരുന്നു. ഞാനങ്ങനെ അമ്മാമയൊക്കെ എഴുതുന്ന കണ്ട് ആധാരം എടുത്ത് കുഴഞ്ചിരിക്കാർ റാവു എല്ലാം വിളിച്ചോണ്ട് പോകാൻ വിചാരിച്ചു. ദൈവത്തിന്റെ വചനം കുറച്ച് കഴിയുമ്പോൾ തോന്നും, അയ്യോ എനിക്ക് എന്താ നമ്മളിപ്പോ ഏതെല്ലാം ചർച്ചയിൽ പോയതാ, ഏതൊക്കെ സഭയിലാ പോകാത്ത. ഇനിയും പോകാനുള്ള 3 സഭയിൽ കൂടെ ഉള്ളു: രാജ്യസഭ, ലോകസഭ, നിയമസഭ. ബാക്കി എല്ലാ സഭയിലും നമ്മൾ പോയി കഴിഞ്ഞു അല്ലേ? സത്യമല്ലേ പറയുന്നത്? ഇതൊക്കെ പോയി കാച്ചിക്കോണം കേട്ടോ. ബാക്കി എല്ലാ ചർച്ചും നമ്മൾ അറിയാം, സഭകളെല്ലാം അറിയാം. ഇവിടെ തന്നെ അടുത്ത രാജ്യസഭയിൽ ഒരു സീറ്റ് കിട്ടിയാൽ പോകാൻ വേണ്ടി എങ്ങനെ ഇരിക്കുന്നത്
പാപിയാന്ന് പറയല്ല, അടുത്തിരിക്കുന്ന ആളോട് ഒരു പാപിയാന്ന് പറയല്ല. കർത്താവിന്റെ രക്തത്തെ, കർത്താവിന്റെ വചനത്തെ, കർത്താവിന്റെ രക്തത്തെ, കൃപയുടെ ആത്മാവിനെ നീ നിന്ദിക്കുക. You are counting the blood of Jesus and insulting the spirit of grace when you say you are a നമുക്ക് sinner. തോന്നും അത് ഭയങ്കര താഴ്മയാന്ന് തോന്നും. താഴ്മ പലരും ഞാൻ നമ്മളൊക്കെ എന്താ, നമ്മളൊക്കെ പാവികളല്ലേ, നമ്മളൊക്കെ വലിയ വിശുദ്ധര്, താഴ്മയാന്നാ വിചാരം. ഒരു താഴ്മയുമല്ല. You think it is humility to say that you are a sinner? It's താഴ്മയല്ല, മറിച്ച് എന്താണെന്നറിയത്, അഹങ്കാരം. It is actually pride when you say you are a sinner. കർത്താവിന്റെ പ്രവൃത്തിയെക്കാളും താൻ വേറെ എന്തോ ഒരു സംഭവമാണെന്ന് ചിന്തിക്കുന്നതിന്റെ കുഴപ്പം. Because you are thinking that you are greater than the work Jesus did on the cross. Pride can disguise itself in humility. Humility, താഴ്മ എന്നുള്ള കാര്യത്തിനകത്തൂടെ പ്രൈഡ്, അഹംഭാവം മറ്റൊരു രൂപത്തിൽ ഇറങ്ങി വരും. Pride can disguise itself in form of humility. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ കണ്ട് താഴ്മ വരൂ. You can't get humility like that. അത് താഴ്മയും ഇല്ലെന്നുള്ള കാര്യം ഞാൻ ഈ 24-ാം തീയതി അർദ്ധപാതിരാത്രിക്കാണ് മനസ്സിലായത്. ഈ പറയുന്നത് അത്രയും ക്ഷമയൊന്നും എനിക്ക് വന്നിട്ടില്ലെന്ന് മനസ്സിലായത്. I realized on 24th night that I am not so patient. കാര്യം ഇപ്പൊ ചില പുള്ളികളൊക്കെ ഉറങ്ങിയിരിക്കുന്നൊക്കെ ചിലപ്പോ എന്ത് ചെയ്യും, പെട്ടി പൊട്ടിച്ച് എഴുന്നേറ്റ് വരും. Some things can come up. അല്ലേ, വരത്തില്ലേ? അറിയാതെ എഴുന്നേറ്റ് വരും. Unknowingly it can come up. ഇപ്പൊ താഴ്മയെന്ന് പറഞ്ഞാൽ എന്തുവാ? What is humility? താഴ്മ അങ്ങനെ കണ്ട് വരുമോ? നമ്മൾ അങ്ങോട്ട് കയറി ഒന്ന് തൊട്ട് നോക്കണം, അന്നേരം അറിയാ തനി സ്വഭാവം അന്നേരം വെളിച്ചാടി വരും. Your real nature comes up if you try to poke the person. നമുക്ക് ചിലതെങ്കിൽ കൈയും കാലും ഒന്നും നമ്മൾ ഉപയോഗിക്കത്തില്ലെങ്കിൽ വർത്തമാനത്തിൽ കൂടെ നമ്മൾ ആട്ടിച്ച് വാക്കുകൾ കൊണ്ട് ആട്ടിച്ച് ഇരുത്തിക്കളയും. We may not use our hand and foot, but through our talk. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? കാര്യം താഴ്മയല്ലേ. താഴ്മയാണെന്ന് നമ്മൾ വിചാരിച്ചാലും പേഴ്സണാലിറ്റിയെ ഒന്ന് തൊട്ട് നോക്കണം. വ്യക്തിത്വത്തെ ഒന്ന് തൊട്ടാൽ അന്നേരം അറിയാം ആളിങ്ങോട്ട് ചാടി എഴുന്നേറ്റ് വരുന്ന കാണാം. You try to touch the person or the personality, your real color will come out. താഴ്മ എന്നാൽ എന്താണ്? ടീച്ചബിൾനെസ് ആണ്. Humility is teachability. താഴ്മ എന്ന് പറയുന്നത് പഠിക്കാനുള്ള ഉത്സാഹത്തെ കാണിക്കുന്നതാണ് താഴ്മ. മനസ്സിലാക്കുവാൻ, ഗ്രഹിക്കുവാൻ. If you are humble, you will be teachable. അത് ഭയങ്കര മനോഭാവമാണ്. That's a great heart. പറയുന്ന കാര്യങ്ങൾ കേൾക്കുക, ഏറ്റെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര, ഇറ്റ് ഈസ് സച്ച് എ ഗ്രേറ്റ് ഏരിയ. നിങ്ങൾ മനസ്സിലാക്കണം, ഒരാൾ ടീച്ചബിൾ ആണെന്ന് പറഞ്ഞാൽ അവന് ഉയർന്നു വരും. If someone is teachable, that person will come up. അവൻ വിധേയപ്പെട്ടിരിക്കുന്നത് അവന്റെ ഉയർച്ചയ്ക്ക് കാരണമായി തീരും. His submission will become അനുസരിക്കുക, കേൾക്കുക, obedience, submission. ഞാൻ പാട്ട് പറയത്തില്ല, എനിക്ക് ഈ മാർബിളിന്റെ ഒക്കെ കച്ചവടം ഉണ്ടായിരുന്നപ്പോൾ ഈ ലോഡിങ്ങുകാർ, ഞാൻ അങ്ങോട്ട് അതുവരെ ബീഡിയും വലിച്ചതാണ് ഇങ്ങനെ എടുത്ത് തലയെ കെട്ടും കെട്ടിയിരിക്കുന്നുണ്ട്. എൻ്റെ വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്ന പറഞ്ഞാൽ പുള്ളി പെട്ടെന്ന് ബീഡി എടുത്ത് കളഞ്ഞ് തലയെ കെട്ട് അഴിച്ച് ഇങ്ങനെ നിൽക്കും. ബോഡി പോസ്ചർ എന്നെ ഭയങ്കര ബഹുമാനമാണ്. നമ്മളങ്ങോട്ട് തിരിയെന്ന് പറഞ്ഞാൽ ഇത് തന്നെ. പിന്നെ ബോഡി ചിലരങ്ങനെ കാണിക്കുന്നത്, പാസ്റ്റർ Some people show നമ്മളെ കാണുന്ന by their body posture. പാസ്റ്റർ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. നമ്മളങ്ങോട്ട് തിരിയെന്ന് പറഞ്ഞാൽ അയാളൊക്കെ അങ്ങനെ വരണം. ഞാൻ കുറെ നാളായിട്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കുക. ബോഡി പോസ്ചർ അല്ല താഴ്മ. Humility is not the way your body posture. 2 കൊരിന്ത്യർ 5:21. 2 Corinthians 5:21. യേശുവിനെ ദൈവം പാപം ആക്കി. He made him. പാപമാക്കി. God made Jesus as sin. അല്ലേ? പാപമാക്കി എന്തിനു വേണ്ടിയാ? That we made righteousness of God. നമ്മളെ അപ്പൊ എന്തുവായി? നീതിമാന്മാരല്ല, നീതി ആക്കി. Jesus became sin for us that we may become the righteousness of God. ഞാൻ ഈ വാക്ക് കൂടെ ഇങ്ങനെ സ്ട്രെസ് ചെയ്ത് പറയാറുണ്ട്. നമ്മൾ പഴയ നിയമത്തിനകത്തെ നീതിമാന്മാരല്ല. We are not righteous people as per the Old Testament. അതാ പറയുന്നത്, നീതിമാൻ കാഴ്ചയാലല്ല വിശ്വാസത്താൽ ജീവിക്കുമെന്ന് പറയുന്ന ആ സ്ഥാനത്ത് ഇങ്ങോട്ട് എടുത്തേച്ച് പറയാണ്, ഇവിടെ അങ്ങനെയല്ല. നീ ക്രിസ്തയേശുവിൽ പുതിയ സൃഷ്ടിയാകിയാൽ നീ ഇനി നീതിമാനല്ല, നീ നീതിയാ. You are a new creation in Christ Jesus. No more righteousness. ഡൈജസ്റ്റ് ആകാൻ വലിയ പാടായത്. It's very hard to digest. നമ്മൾ ഇംപ്യൂട്ടഡ് എന്താണ്? എൻ്റെ അകത്ത് പണ്ട് പാപം ഇംപ്യൂട്ടഡ്, എൻ്റെ അകത്തിരിക്കുന്ന പാപത്തെ എടുത്ത് മാറ്റിയിട്ട് എൻ്റെ അകത്ത് നീതിയെ വെച്ചു. The sin that was imputed in me is taken
and has placed his righteousness അല്ലേ in me. പെന്തക്കോസ്തുകാരാ കേട്ടോ, നീ ഇനി മേലൽ പാപിയല്ല, നീ ഒരുത്തനുമല്ല, നീ ദൈവത്തിന്റെ നീതിയാ. You are not a sinner, you are God's righteousness. പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നുന്നു നമ്മൾ വേറെ ഒരു ഏതാണ്ട് സാധനത്തിനകത്ത് വരുന്നു. അല്ലല്ലല്ല, നീ നിനക്ക് ബോധ്യത്തിലേക്കാ നീ വരേണ്ടത്. പണ്ട് നിന്റെ അകത്ത് പാപമായിരുന്നെങ്കിൽ ആ പാപത്തെ മുഴുവനും മൂടോടെ റൂട്ട് മുഴുവനും പറിച്ചെടുത്ത് ദൂരെ കളഞ്ഞിട്ട് കർത്താവിന്റെ നീതിയെ നിന്റെ അകത്ത് വെച്ചു. Every sin is uprooted from you and God has placed his righteousness. അതുകൊണ്ടാണ് പറയുന്നത് യു ആർ മെയ്ഡ് റൈച്ചസ്നെസ് ഓഫ് ഗോഡ്. നീ ദൈവത്തിന്റെ നീതിയാണ്. You are the righteousness of God. അവനെ ആക്കി തീർത്തു. പല വേർഷൻസ് നോക്കുന്നുണ്ട്, നിന്നെ അങ്ങനെ ആക്കിയിരിക്കുകയാണ്. നിനക്കിനി വേറെ ഒന്നും ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല, നീ ദൈവത്തിന്റെ നീതിയാ. You are nothing but the righteousness of God. He's made you that way. Where you have to take your inherit. നിന്റെ മേലുള്ള അവകാശങ്ങളെ നീ ഇപ്പോൾ കരസ്ഥമാക്കണം. You must take up your inheritance now. കണ്ടോ, ഇൻഹെറിറ്റ് ചെയ്യേണ്ട സമയമായി ഇപ്പോ. This is the time to possess your inheritance. എന്തൊക്കെയാണ് നീതിയാൽ കൂടി കർത്താവ് തന്നിരിക്കുന്ന ദൈവത്തിന്റെ ഭവനക്കാരാക്കി. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിനകത്തുനിന്ന് 19-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ ദൂരസ്ഥരായിരുന്നു. Ephesians 2:30-19, God has made us become the part of the household. കർത്താവിന്റെ രക്തത്താൽ നീ ഇപ്പോൾ അടുത്ത് വീടിനകത്ത് കയറി. We were once far away but drawn near to the Lord. അങ്ങനെ വാക്യങ്ങൾ മുമ്പോട്ട് വരുമ്പോൾ 19-ാമത്തെ വാക്യം, ഇപ്പോൾ നീ വീട്ടുകാരനായി തീർന്നു. Now you are in the household of God. ഇനി നിങ്ങൾ അന്യരും പരദേശിയൊന്നുമല്ല, You're not a stranger anymore. വിശുദ്ധന്മാരുടെ കോഹേറേഴ്സ് ആണ് നിങ്ങൾ. വിശുദ്ധന്മാരുടെ സഹപൗരന്മാരാണ്. മാത്രമല്ല ദൈവത്തിന്റെ ഭവനക്കാരാ. You are in the household of God and citizens along with the saints. അതുകൊണ്ടാണ് വിചാരിക്കുന്നത് അർത്ഥം എന്റെ അകത്തുണ്ട്. The Lord is in me. കൊലോസ്യർ 1:27 എന്ത് എഴുതി വെച്ചിരിക്കുന്നത്? നിങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്രവൃത്തികളാണ് സുവിശേഷ വേല. ഞാൻ സുവിശേഷ വേലക്കാരനായിട്ട് തുടങ്ങി. വില്ലേജ് മിനിസ്ട്രി കൂടെ ഞാൻ ഇതെല്ലാം ആരംഭിച്ചത്. I love mission work and began with village ministry. ആമേൻ, ഹല്ലേലൂയ. ജാതികളുടെ ഇടയിൽ മർമ്മത്തിന്റെ മഹിമാദാനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ജാതികളുടെ ഇടയിൽ എന്നാ പറയേണ്ടത്? ജാതികളുടെ എന്നാ പറയേണ്ടത്? ജാതികളുടെ ഇടയിൽ പോയി വേണ്ടാതീനം പറയരുത്. ദൈവത്തിന്റെ മർമ്മത്തിന്റെ മഹിമാദനം എന്താണെന്ന് അറിയിക്കാൻ ദൈവത്തിന് ഇഷ്ടമായപ്പോൾ ആ മർമ്മം എന്താണെന്നറിയാമോ? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിന്റെ അകത്തിരിക്കുന്നു എന്നുള്ളതാണ് ആ മർമ്മം. അവനെ പേടിപ്പിക്കുകയല്ല, അവനെ ബേജാറാക്കുകയല്ല. എടാ, നിനക്കറിയത്തില്ല നിന്റെ അകത്ത് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ആയിരിക്കുന്നത്. The hope of glory Christ is in you because God will to make known the riches of the glory of his mystery among Gentiles. ഇത് ബോധത്തിൽ വന്നില്ലെങ്കിൽ 28 വർക്ക് ചെയ്യത്തില്ല. If you don't understand this, verse 28 will not work on you. നോക്കിയേ, ഏതു മനുഷ്യനെയും every man പ്രബോധിപ്പിക്കുകയും to preach ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടു കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്ന എന്തിനു വേണ്ടി അറിയാവോ? You must teach ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ, അവിടെ കാണിക്കേ, ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്താൻ വേണ്ടിയാ. that we may make every man perfect. അല്ലാണ്ട് അവനെ പാപിയാക്കാൻ വേണ്ടിയല്ല. നമ്മൾ സംസാരിക്കുന്നുണ്ട് നിങ്ങളെല്ലാം കുഴപ്പക്കാരാണ്, ഞങ്ങൾ ഈ സംസാരിക്കുന്നത് ഞാൻ മാത്രമാണ് വിശുദ്ധൻ എന്ന് പറഞ്ഞ് നമ്മൾ വെള്ളം ഉടുപ്പിട്ട് നിൽക്കാൻ വേണ്ടിയല്ല പറഞ്ഞത്. ഇതിനകത്ത് കാണുന്ന സകല മനുഷ്യന്റെ ബോധ്യത്തിലേക്ക് വരുത്തിയാണ് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു. ഭാസ്കര നിന്റെ അകത്തിരിക്കുന്നു, രാഘവ നിന്റെ അകത്തിരിക്കുന്നു, മുഹമ്മദ് നിന്റെ അകത്തിരിക്കുന്നു, തമ്പിക്കുട്ടി നിന്റെ അകത്തിരിക്കുന്നു. നിനക്കിതറിയത്തില്ല. We want to encourage and preach and teach every man that hope of glory Christ is in every person. അങ്ങനെ സംസാരിക്കുമ്പോൾ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ ഞാൻ തികഞ്ഞവനാക്കും. When you speak like that, you will make every man perfect. I will never point at him. ഞാൻ ഒരുത്തനെ നോക്കിയിട്ട് നീ കുഴപ്പക്കാരനെന്നല്ല പറയുന്നത്, മറിച്ച് നീ ക്രിസ്തുവിൽ ധന്യനാണ്. I don't look at a person and say you are a troublemaker. You are perfect in Christ. പറഞ്ഞേ perfect in Christ എന്ന് വെച്ചാൽ ക്രിസ്തുവിൽ നീ തികഞ്ഞ. പറഞ്ഞേ ക്രിസ്തുവിൽ നീ. ഒറ്റ ഒരുത്തൻ തികഞ്ഞവനല്ല ഇതിനകത്തിരിക്കും, ഒറ്റ ഇൻക്ലൂഡിങ് മീ. പക്ഷെ അവൻ എങ്ങനെ ആക്കിയെന്നറിയാവോ? ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി. അതാണ് നമ്മുടെ ധൈര്യം. ഓടി കയറി ചെല്ലാനുള്ള ധൈര്യം എന്നറിയാമോ? We know that we are
ആ പെർഫെക്റ്റ് അല്ല, പക്ഷെ ക്രിസ്തു യേശുവിൽ നമ്മൾ പെർഫെക്റ്റ് ആണ്. We are not perfect, Personally, but in when I Christ we check are with you, perfect. see, ഞാൻ എന്നെ തന്നെ ഒന്ന് പരിശോധിച്ചാൽ എനിക്ക് തന്നെ അറിയാം ഞാൻ കുഴപ്പക്കാരനാണ്. If I look at myself, I know I am not perfect. പക്ഷെ കർത്താവിന്റെ ബന്ധത്തിൽ വരുന്നോണ്ട് എനിക്കറിയാം കർത്താവിന്റെ രക്തം എന്നെ പെർഫെക്റ്റ് ആക്കി. But in relationship with the Lord, His blood has made me perfect. അതുകൊണ്ട് എന്റെ അടുത്ത് വരുന്നവരെല്ലാം ഞാൻ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കും. So whoever comes to me, I will make them perfect in Christ. എത്ര പേർക്ക് ആ ധൈര്യം ആവശ്യമുണ്ട്? How many of you need that confidence? ഒന്നാമത് നീ ശരിയാണെന്ന് നിനക്ക് മനസ്സിലാവണം. First of all, you must understand you are നമ്മൾ ഈ perfect. നാട്ടുകാരെ മുഴുവനും കുറ്റം പറയുക. But you are sitting and blaming everybody ആ else. പള്ളി പോകുന്നതിന് ഈ പള്ളി പോകുന്നതിന് ആ വിശ്വാസി ഈ വിശ്വാസി എല്ലാത്തിനും കുറ്റം പറയുക. You are sitting and criticizing everybody around. അല്ല, ക്രൂശിലെ പ്രവൃത്തിയാൽ അവരെല്ലാം ദൈവത്തിന്റെ സ്വന്തമായി. They have all have become God's children through. അവർക്കത് അറിയത്തില്ല. They don't know. നമ്മളെ ആക്കിയിരിക്കുന്ന ഏതു മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കാനാ നമ്മുടെ സംസാരം. God has called us to make every man perfect in Christ through the way we talk. നീതീകരിക്കപ്പെട്ടവൻ കുറ്റബോധത്തിൽ നടക്കരുത്. One who is justified should not live in guilt. അടുത്തിരിക്കുന്ന ആളോട് പറ, നീതീകരിക്കപ്പെട്ടതാണോ? Are you justified? കുറ്റബോധത്തിൽ നടക്കല്ലേ. Don't live in guilt. തകർന്നു ആരും രക്ഷിക്കാൻ പറ്റത്തില്ല. No one can save you. അതിനാ വന്നിരുന്ന് കേൾക്കാൻ പറയുന്നത്. You must hear the word. ചുമ്മാ കുറച്ച് ലൈഫ് ആപ്ലിക്കേഷൻ കേട്ടേച്ച് അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞു വെച്ച് എഴുന്നേറ്റ് പോയി ചായം കുടിച്ചേച്ച് അല്ലെ ചോറും ഉണ്ടാച്ച് പോകുന്നതിന്റെ കാര്യമല്ല ഈ പറയുന്നത്. നിന്റെ അകത്ത് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഇരിക്കുന്നു. Hope of glory, Christ is in you. ഹല്ലേലൂയ. Hallelujah. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ, We want ഞാൻ to ആ make him വാക്കുകൾ know. വായിക്കുകയായിരുന്നു. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എൻ്റെ അകത്തിരിക്കുമ്പോൾ അവനെ ഞങ്ങൾ അറിയിക്കാൻ തുടങ്ങും. We will begin to make known about him. ഒന്നാമത് എന്ത് വേണം? നമുക്ക് നമ്മുടെ അകത്ത് ആരാ ഇരിക്കുന്നത് നമുക്ക് ബോധം വേണം. We ബോധം. need to know who is inside us. Who is seated in you? നിന്റെ അകത്തിരിക്കുന്ന ആരാ? അല്ലാണ്ട് മേളോട്ട് നോക്കി ഇങ്ങനെ കർത്താവ് വരുന്നു നോക്കിയിരിക്കുമല്ല. You must know who is in you instead of waiting എന്റെ for സജി the Lord ബ്രദറെ, to come. ഈ ചൈനീസ് എന്ന് പറയുന്നത് അതൊരു ഭാര്യയല്ലേ? അത് അപ്പുറത്തുനിന്ന് ഭാനുമതി വരുന്നു നോക്കി ഇങ്ങനെ ഇരിക്കുവാന്നോ? അത് ചിരവയ്ക്ക് എടുത്ത് അടിക്കും ഇല്ലേ? എത്ര കസേര ഉണ്ടെങ്കിലും സവാള ചാക്കിന്റെ മണ്ടയ്ക്ക് ഇരിക്കുന്ന കണ്ടിട്ടുണ്ടോ? അടുത്ത് ചാക്ക് സവാള തന്നെ അവിഞ്ഞുപോയി. എന്റെ കാര്യം എന്തുവാ? അങ്ങനെ സഹിച്ചാൽ ഇനിയിപ്പോൾ ആരെന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും സഹിച്ചാൻ പറയുന്നതാണ് കറക്റ്റ്. അതിൻ്റെ കാര്യം എന്തുവാ? വിധേയത്വം. നമ്മൾ പറയും കർത്താവ് പറയുന്നതെല്ലാം പൊട്ടത്തരമാണ്, കർത്താവ് എത്രയോ വർഷങ്ങൾക്ക് അനാദിയായ ദൈവമല്ല, അന്ന് പണ്ടങ്ങാണ്ട് പറഞ്ഞെല്ലാം പൊട്ടത്തരമാണ്. അതൊക്കെ മനസ്സിലാക്കിയ പൗലോസ് പറയുന്നത് എടാ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവിൻ്റെ അകത്തിരിക്കുക. Paul says, hope of glory, Christ is in you. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും ജ്ഞാനത്തോടു കൂടെ ഉപദേശിക്കും. We preach and warn every man and എന്തോ teach him. ഉപദേശിക്കുന്നറിയോ? നിങ്ങളുടെ അകത്ത് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഇരിക്കും. What do we teach? That hope of glory, Christ is in അടുത്തൊരു you. കാര്യം, മുമ്പോട്ട് പോകട്ടെ. മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ. Malachi 3:13 and 14. നിങ്ങളുടെ വാക്കുകൾ എന്റെ നേരെ ഇത് കർത്താവ് പറയാണ്, നിങ്ങളുടെ വാക്കുകളെല്ലാം എന്റെ നേരെ. സത്യമല്ലേ? നമ്മുടെയൊക്കെ വാക്ക് കേട്ട കർത്താവ് ഇന്നും പറയും എന്തോ ഒരു കഠിനമായ വാക്കാണ്. ഞാൻ ഇത്രയും കുരിശിൽ ഈ പ്രവൃത്തിയെല്ലാം ചെയ്തിട്ട് നീയൊക്കെ എന്തോ വാക്കായി പറയുന്നത് എന്നെ നോക്കി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും വെച്ചിട്ടുണ്ട് കേട്ടോ നിനക്ക്. എന്നാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ഞങ്ങളുടെ ചർച്ചിലാണെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പം തൃത്വാരാധന എന്താണെന്നെങ്കിൽ ഞങ്ങൾ പഠിച്ചു. എന്നാലും കർത്താവിനെ നോക്കിയിട്ട് എന്നാ പറയും? ഓരോ കൊണസ്റ്റുണ്ടാക്കി വെച്ചിട്ട് അങ്ങ് സ്വർഗത്തിൽ ഇരിക്കും. സ്വർഗത്തിലല്ല ഇരിക്കും, ഇതിൻ്റെ അകത്തായിരിക്കുന്നത്. God is not in heaven, he is in you. നിങ്ങളുടെ വാക്കുകൾ എൻ്റെ നേരെ അതികഠിനമായിരിക്കുന്നു. Your words have been harsh towards me. പക്ഷെ കർത്താവ് എന്ത് ചെയ്യുന്നറിയോ? കർത്താവ് ഹി ഓൾവേസ് ഗിവ്സ് ചാൻസസ്. ഒരാൾക്കാർക്കെല്ലാം അവസരങ്ങളെ അവൻ നൽകി കൊടുക്കും. But even then God keeps giving chances. എൻ്റെ വാക്കുകൾ അങ്ങേ വേദനിപ്പിച്ചതിന് ക്ഷമിക്കണമെന്നായിരിക്കണം നമ്മുടെ മനോഭാവം. We must have the attitude, Lord, forgive me if my words have hurt you. സങ്കീർത്തനം 73-ാം അധ്യായം ആസാഫ് എഴുതിയ സങ്കീർത്തനമാണ്. 13-14 വാക്യങ്ങൾ വായിക്കുന്നുണ്ടെങ്കിൽ ആസാഫ് നല്ല പാട്ടുകാരനും ആലയ ഗായകനും ഒക്കെയാണ്. ഭയങ്കര പ്രശസ്തനായ ആ കാലഘട്ടത്തിന്റെ വലിയ ശക്തനായ മനുഷ്യനാണ്. Asaph wrote Psalm 73. പക്ഷെ അയാളുടെ ദൈവത്തിൽ നിന്നുള്ള അയാളുടെ ശ്രദ്ധ മാറിപ്പോയി. 2-ാമത്തെ വാക്യം മുതൽ വായിക്കുന്ന പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് അയാളുടെ ശ്രദ്ധ മാറിപ്പോയി. But his focus shifted from God. ദുഷ്ടന്മാർ പന പോലെ തഴച്ചു വളരുന്നു, എന്നിട്ട് അവർക്കൊരു ദോഷവും വരുന്നില്ലെന്ന് ആള് പറയുന്നത്.
He's saying that the wicked are growing like the palm എന്നിട്ട് tree. കർത്താവിനോട്, കർത്താവേ ഞാൻ നിനക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു, എത്ര പാട്ടെഴുതി, എന്നാ പ്രയോജനം? I wrote so many songs for you, what is the use? അടുത്ത പറയാണ്, ഐ ആം ബാധിതൻ, ഐ ആം അഫ്ലിക്റ്റഡ്. And then he says, I'm afflicted. എങ്ങനെ? ഞാൻ ഇടവിടാതെ രോഗത്തിൽ. കർത്താവേ ഞാൻ ഒറ്റയാഴ്ചയുണ്ടോ വിടാത്ത, എന്നിട്ടും കണ്ടില്ല എപ്പോഴും അസുഖം പ്രയാസമൊക്കെയാണ്, വീടിനകത്ത് എപ്പോഴും ദാരിദ്ര്യ ബുദ്ധിമുട്ട്, ഞാൻ ബാധിതൻ, ഐ ആം അഫ്ലിക്റ്റഡ്. Asaph says that he was afflicted. ദൈവദൂഷണം എന്നാ പറയുന്നത്. കാര്യം ദൈവത്തിന് വിരോധമായിട്ട് സംസാരിക്കാനായിട്ട് ഉണ്ടാക്കുന്ന കാര്യമാണ് അവരവർ ചെയ്യുന്ന പിടിപ്പുകേട് കൊണ്ട് സംഭവിക്കുന്ന ഇതൊക്കെ. And you're speaking against God for your own wrong. വൺസ് യു വേറനോ ചർച്ചിനകത്തൊക്കെ ഭയങ്കര ഉത്സാഹത്തോടെ നിന്ന വ്യക്തികളായിരിക്കാം, കുറച്ചുനാൾ കഴിയുന്ന പറഞ്ഞാൽ സസ്റ്റൈനബിൾ അല്ലാതായി പോവുകയാണ്, അതിനെ നിലനിർത്താൻ കഴിയാതെ പോകുന്നു. അപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? പാട്ട് എഴുതിയവൻ തന്നെ വാക്കുകൾ മാറി വേറെ പാട്ട് പാടാൻ തുടങ്ങി. The one who kept writing songs that after one point is turning against God. Afflicted in the sense a disease that has no cure. Which means he got a disease without cure. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാ ദിവസവും ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇവിടെ ശ്രദ്ധിക്കുക. Every day you keep getting sickness. ചില വീടുകളിൽ ഇതൊക്കെ കണ്ടിട്ടില്ലേ? ഒരാൾ കഴിയുമ്പോൾ അടുത്ത ആൾ. You never allow it to happen again. വീട്ടിനകത്ത് ഇങ്ങനെ അസ്വസ്ഥതകൾ മാറി മാറി ഓരോ എപ്പിസോഡ് പോലെ വരാൻ അനുവദിക്കല്ലോ. You must not allow sickness to keep coming one after the other. അവിടെ പറയുന്നത് I am afflicted. ഞാൻ ഇങ്ങനെ ബാധിതനായിരിക്കുവാനായിട്ട് അല്ലല്ലോ. God did not call you to be afflicted. അപ്പുറത്തോട്ട് നോക്കിക്കേ. തമ്പിയാന്നേ പള്ളിയിൽ പോലും പോകുന്നവനല്ല. തമ്പിയുടെ വീട്ടിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? തമ്പിയാണ് 4 കാറും വാങ്ങിച്ചു. Look at my neighbor. He doesn't even go to church. അമ്പി വെച്ചേക്കുന്ന വീട് കണ്ടു കഴിഞ്ഞാൽ ആ പള്ളിയിലും പോകുന്നില്ല, ദേവനും ഇല്ല, ദൈവവും ഇല്ല. He doesn't go to church, but he has got so many cars. പക്ഷെ ആരാധിച്ചുകൊണ്ടിരുന്ന നമ്മൾ എന്ത് ചെയ്യുന്ന പറയാ? അഫ്ലിക്റ്റഡ്. But people like us who are worshiping, we say that എല്ലാ ആഴ്ചയിലും പോയി എന്തോയോ എന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങ് നിൽക്കുക. every week we go and worship. അന്നേരം മനസ്സ് എവിടെ ഇരിക്കുന്നറിയോ? ഇങ്ങനെ നിൽക്കുമ്പോഴും മനസ്സെന്തോന്നറിയോ? ഇത്ര നാളായിട്ട് ഞാൻ ഇങ്ങനെ കർത്താവ് നീ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് പറയുന്നത്. But then your mind is like, Lord, Real I'm worship standing is like not this so long, you're not doing anything to me. ആമേൻ, ഹല്ലേലൂയ. ഇതൊക്കെ വെറുതെ, ആസാഫ് പറയും ഇതൊക്കെ വെറുതെ ആയിപ്പോയി. Asaph is saying this is vain. അപ്പൊ കർത്താവ് പറയാണ്, നീ അങ്ങനെ പറഞ്ഞത് എനിക്ക് വേദനയായി പോയി. What you said. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളെ റിമൈൻഡ് ചെയ്ത് പറയാണ്, നമ്മൾ ദൈവത്തിന്റെ പ്രിയ മക്കളാണെങ്കിൽ നമ്മൾ പറയുന്ന വാക്കുകൾ കർത്താവിന് വേദനയുണ്ടാക്കുന്നതാണ്. If we are beloved children of God, do not speak harsh എന്താണ് words ദൈവമേ against ഇങ്ങനെ? God. എന്താണെന്നുള്ള ഈ ചോദ്യം ദൈവത്തിന് വേദന ഉളവാക്കുന്നത്. Why is it happening? Such questions hurt God. യോബ് 9-ാം 29-ാം വാക്യം. Job 9:29. അവിടെ യോബ് പറയുന്നത് തന്നെയാ. എന്നെ കുറ്റം വിധിക്കുകയുള്ളൂ, പിന്നെ ഞാൻ വൃഥാ പ്രയത്നിക്കുന്നത്. കണ്ടോ, ഞാൻ വെറുതെ ജോലി ചെയ്തതെല്ലാം വെറുതെ ആയി പോയില്ലേ? He says, if I am condemned, പ്രവർത്തിച്ചതല്ലേ? ഇത്രയും നാള് ഞാൻ മുടക്കം കൂടാതെ ചർച്ചിൽ വന്നു, ഏത് മീറ്റിംഗ് ഞാൻ വിടാത്തത്? അത് വെറുതെ പോയി, ചുമ്മാ ഒരു കാര്യവും ഇല്ലെന്ന്. അപ്പൊ ആരേലും അടുത്ത് നിന്നോണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര നാളും പോയിട്ട് വല്ലതും നടന്നോന്ന് ചോദിക്കും. അപ്പോഴവർ ചിന്തിക്കുന്നത് ശരി, ഒന്നും നടന്നില്ലല്ലോ, എന്നാ പോകണ്ടെന്ന് ചോദിക്കും. കുത്തിത്തിരിപ്പുകാരുള്ളത് വെളിയിലല്ല കേട്ടോ, കുത്തിത്തിരിപ്പുകാരുള്ള സഭയ്ക്കകത്ത. നന്നായിട്ട് ആരെങ്കിലും ഒന്ന് ഇതായിട്ട് വരുമ്പോൾ അടുത്തിരിക്കുന്ന ആൾ ഉടനെ പറയും അത്രയൊന്നും വേണ്ട കേട്ടോ. നിങ്ങൾ ഒരിക്കലും വിചാരിക്കില്ല RSSകാരാ കുത്തിത്തിരിക്കാൻ വരുന്നൊന്നും അല്ല, ഇതിനകത്തിരിക്കുന്ന ASSകാരാ. ഇന്നത്തെ പ്രസംഗം ശ്രദ്ധിച്ചായിരുന്നോ? ASS. അത് ഉദ്ദേശിച്ചത് ആരെയാണെന്ന് മനസ്സിലായോ? അയാൾ ഒന്നും ഉദ്ദേശിച്ചില്ല. ഉദ്ദേശിച്ച ആരെയാണെന്ന് മനസ്സിലായോ? ചുമ്മാ ഒരു പീരി ഇട്ട് കൊടുക്കും. Do not bring division amongst the church as members of the church. ചന്തു പറഞ്ഞ പോലെ എൻ്റെ പപ്പ ഞാൻ സമ്മതിച്ചു വന്നിരിക്കുന്നു. പപ്പ ഇത് അത്രയും പ്രസവം കഴിഞ്ഞ് വെച്ച് ഈ ചോറുണ്ടുമ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ എല്ലാം വട്ടം കറങ്ങി നടക്കുന്ന മോനെ വല്ലവനും പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയാ. ഇതിനിടയ്ക്ക് ഞാൻ ഇത്രയും ചെവി പിടിച്ച് വട്ടം പിടിച്ച് നടന്നിട്ടും ഇടയ്ക്കൊക്കെ പറയുന്നുണ്ട്. അവയെ അവിടെ അങ്ങനെ മാറി നിന്നാൽ മതി, അന്നേരമേ ഇതിനിടയിൽ ഒരു പീല വെച്ചു ചവിട്ടി ഞാൻ ഏപ്പ് ചെയ്തിരിക്കും. എന്നൊക്കെ പറഞ്ഞാലേ ശരിയാകത്തുള്ളൂ. യോബ് പറയാ ഞാൻ പ്രവർത്തിച്ചൊക്കെ. മലാഖി 3:16. നിങ്ങൾ ശ്രദ്ധിച്ച്, ഇങ്ങനൊക്കെ കുറെ ആൾക്കാരുണ്ടെങ്കിലും there is another category of people where they rejoice in the Lord. And although there are complainers around, there are a group of people who are actually rejoicing ദൈവഭക്തന്മാർ തമ്മിൽ പറഞ്ഞത് ദൈവം ശ്രദ്ധ വെച്ച് കേട്ടു. And
people who feared the Lord spoke to one another and the Lord listened. എന്തായിരിക്കും അവർ തമ്മിൽ ദൈവഭക്തന്മാർ എന്തായിരിക്കും തമ്മിൽ ഇന്ന് നമുക്ക് വിടുതലുണ്ട് കേട്ടോ. Today there is deliverance. ഹല്ലേലൂയ. ഇന്ന് ഈ ദേശം നമുക്ക് ദൈവം കൈവശമാക്കി തരും. God is going to give this land as our inheritance. നമ്മളോട് വാക്ക് പറഞ്ഞവൻ വിശ്വസ്തനാണ്. The one who spoke to us is faithful. വാക്ക് മാറാത്തവനാണ് എന്റെ കർത്താവ്. He does not change തമ്മിൽ എന്തോ his സംസാരിച്ചത്? തമ്മിൽ സംസാരിക്കുന്നതിനെ അറിയാവോ? അവൻ വിശ്വസ്തനാണ്. He is faithful. അസാധ്യമായതിനെ സാധ്യമാക്കി തരുന്നവനാണ് ഈ He will കർത്താവ്. make the impossible possible. അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും. He will work for me. എന്താ കർത്താവിന്റെ ഭക്തന്മാർ തമ്മിൽ സംസാരിക്കുന്നില്ല? എന്റെ ബ്രദറെ പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, ഞങ്ങൾ കുറെ നാളായിട്ട് പ്രാർത്ഥിക്കുക, വെറുതെ പ്രാർത്ഥിക്കാന്നുള്ളത് നടക്കും. അങ്ങനെയാണോ കർത്താവിന്റെ ഭക്തന്മാർ സംസാരിക്കുന്നത്? Will the people of God speak that there's no use praying? We've been going after God. There's no use. Is that how they pray? Exhort one another. പ്രബോധിപ്പിക്കുക, തമ്മിൽ പ്രബോധിപ്പിക്കുക. കുറ്റവും കുറവും പറയാനല്ല പ്രബോധനം എന്ന് പറയുന്നത്. We must exhort one another. നമ്മൾ ഒത്തിരി ഒരു കൂട്ടത്തിനകത്ത് പല വിധത്തിലുള്ള പിടിപ്പുകേടുകൾ കാണും. അതിനെല്ലാം മാറ്റിയിട്ട് നല്ലതിനെ മുറുകെ പിടിക്കുക. In our church there may be flaws or lack, but instead of that ഇഷ്ടം പോലെ കാണും. there may be a lot of shortcomings നിങ്ങൾക്ക് in ഞാൻ the വേണമെങ്കിൽ ഒരു church. ഫുൾ സ്കാപ്പ് പേപ്പർ, എയർഫോഴ്സ് സൈസ് പേപ്പർ എഴുതി എന്നെ കുറിച്ച് തന്നെ കുറ്റം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പരീക്ഷയ്ക്ക് പോലും ഇങ്ങനെ നിങ്ങൾ പേപ്പർ വാങ്ങിക്കത്തില്ല. അതുപോലെ എന്നെ കുറിച്ച് കുറ്റം എഴുതാൻ കാണുമായിരിക്കും. If I had to give you a paper and write all my mistakes, you will be able to write so much. ഞാൻ വന്ന് നിന്നപ്പം തൊട്ട് ഞാൻ അവസാനിച്ച് പോകുന്നിടം വരെ എന്തെല്ലാം കുറ്റം എന്നെ കുറിച്ച് പറയാൻ You കാണും. can find out many faults with me. അതൊന്നും അല്ല കർത്താവിന്റെ ഭക്തന്മാർ, ദൈവഭക്തന്മാർ തമ്മിൽ സംസാരിക്കുന്നത്. That is not what people of God should speak to one അവര് പറയും, another. ഞാൻ ആരെ വിശ്വസിച്ചു എന്ന് ഞാൻ നന്നായിട്ട് അറിയുന്നു, അവൻ എന്റെ ഉപനിധി. We know whom we have believed and he will do it for നിന്റെ me. വായിലെ വാക്കുകളെക്കാൾ ദൈവം നോക്കുന്നത് നിന്റെ ഹൃദയത്തിന്റെ മനോഭാവങ്ങളാണ്. More than the words, God is looking at the attitude of your heart. എല്ലാം ദൈവത്തിന് അറിയാവുന്ന ബോധ്യം പലർക്കും ഇല്ല. Most of us don't know that God ദൈവത്തിനെല്ലാം knows അറിയാം. everything. He knows everything. അടുത്തിരിക്കുന്ന ആളോട് പറയാം, ദൈവത്തിനല്ല കംപ്ലീറ്റ് നിന്റെ ചരിത്രം മുഴുവൻ കർത്താവിനെ അറിയാം. God knows everything. ഇപ്പൊ നീ ആയിരിക്കുന്ന സ്ഥിതി, നാളെ നിനക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ, ഇന്നലകളിൽ നടന്നു, എല്ലാം കർത്താവിന് കംപ്ലീറ്റ് അറിയാം. God knows everything. ഹല്ലേലൂയ. Hallelujah. വെളിപ്പാട് പുസ്തകം 2:2. Revelations 2:2. എല്ലാ അധ്യായങ്ങളും ഞാൻ പറഞ്ഞിട്ട് വെളിപാട് പറയുന്നില്ലെന്ന് ചിലര് പറയും. ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും ഞാൻ ഇന്ന് നിന്നോട് വെളിപ്പാടിൽ നിന്ന് പറയാണ്, കർത്താവിന് നിന്റെ പ്രവൃത്തിയും നിന്റെ സഹിഷ്ണുത എല്ലാം അറിയാം. God knows your labor and your patience. കൊള്ളരാത്തവരെ നിനക്ക് സഹിച്ചുകൂടാന്ന് വരെ എനിക്കറിയാം. I know that you cannot bear those who are evil. ആമേൻ. ഹല്ലേലൂയ. Hallelujah. എല്ലാം അറിയാം, കർത്താവിന് എല്ലാം അറിയാം. God knows everything. പത്മോസില് തന്നെ കിടക്കുക. He is alone on Patmos Island. ആരാണ്ടോ തുടങ്ങേണ്ടത്? Nobody is there. പക്ഷെ കർത്താവ് കൂടെ ഇരിക്കും. God is with him. തന്നെ അതൊന്നും വിചാരിക്കരുത്, Don't കർത്താവിന്റെ think കൂടെ that you ഇരിക്കും. are alone. God is with you. പലരും അങ്ങനെ പറയത്തില്ലേ, എനിക്ക് ആരുണ്ട്, എനിക്ക് ആരും വേണ്ടാന്ന്, കർത്താവുണ്ട്. God is with me. ഹല്ലേലൂയ. ഫെബിനെ സത്യമല്ലേ? നിന്റെ കൺമുമ്പിൽ കണ്ടതല്ലേ? നിന്റെ കൺമുമ്പിൽ കണ്ടതല്ലേ? ആ കീബോർഡ് നീ ഇരുന്ന് വായിക്കുക. ഇപ്പം അത് കേടാക്കിയിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ വെച്ചേക്കത്തില്ല. ദൈവം പ്രവർത്തിക്കുക. നിങ്ങൾ കർത്താവിന്റെ കൂടെ നടക്കാമെങ്കിൽ കർത്താവിന്റെ പ്രവർത്തികൾ നിങ്ങൾ കാണും. If you walk with God, you will see his works. ഹല്ലേലൂയ. Hallelujah. ആരും സർവൈവ് ചെയ്യാത്ത സ്ഥലത്ത് A place where nobody survives. തിളച്ച എണ്ണ അങ്ങോട്ട് വെച്ചിട്ട് ഡൊമീഷ്യൻ ചക്രവർത്തി യോഹന്നാനെ എടുത്ത് എണ്ണയ്ക്കകത്തോട്ട് ഇട്ടു. എണ്ണ നാടിച്ചിട്ട് പറയൂ, ഇത് എന്നൊരു മനുഷ്യനാണ്. We know there's Emperor Domitian poured എണ്ണ പറയാ hot പപ്പടമൊക്കെ oil on അവിടുത്തോട്ട് വന്നാൽ മതി, അന്നേരം പപ്പടം ഇങ്ങനെ വരുന്ന കണ്ടിട്ടില്ലേ? പപ്പടം നമ്മുടെ ആന്റി വരുന്ന പോലെ വരുന്ന കണ്ടിട്ടില്ലേ? Do you know what happens if you are put in hot oil, boiling oil? ചില പപ്പടമൊക്കെ ഈ പറയുന്ന പോലെ ആരെ ഇതിനകത്ത് പറ്റിയത്? എത്ര തിളച്ച എണ്ണത്തിട്ടാലും ചിലതിൻ്റെയൊക്കെ അങ്ങ് നിറം മാറും. അങ്ങ് തിളച്ചെണ്ണയ്ക്കകത്തോട്ട് യോഹന്നാൻ വീണ് കഴിഞ്ഞ പറഞ്ഞ എണ്ണ പറയും, എന്റെ പൊന്നളിയാ ഞാനില്ലെന്ന് പറയും ഈ പരിപാടിക്ക്. ഇതെന്നാ മനുഷ്യനാ ഇത്? The oil could not touch John. അപ്പൊ അടിയിലിരിക്കുന്ന തീയോട് ചോദിച്ചു, എന്നെ ഏത് സൈസാണ് ഇത്? ഈ തിളച്ച എണ്ണയുടെ അടിയിൽ വെച്ചിരിക്കുന്ന തീയോട് ഈ തിളച്ച എണ്ണ ചോദിച്ചു, എന്തോ സൈസാണ് ഇത്? And the oil is asking the fire beneath it, what kind of അപ്പം person തീ he is. മച്ചുന ഒരു വിവരം ഞാൻ പറയാം, പണ്ട് 3 എണ്ണ എന്റെ അകത്ത് വീണതാ.
Then fire അമ്മമാർക്കൊന്നും ഒന്നും പറ്റിയില്ല. 3 men had fallen എന്റെ into 7 മടം കൂടെ എന്റെ ചൂട് വർദ്ധിപ്പിച്ചിട്ട് അവർക്കൊന്നും പറ്റിയില്ല. അന്നേ ഞാൻ മൊത്തം നാണം കെട്ട് കിടക്കുക. And the fire will say these 3 men were unaffected and I was ashamed. ഒന്നുമല്ല, നീ എന്നെ മണ്ടയ്ക്കാന്നല്ലോ ഇരിക്കുന്നത്. At least you are over me. അവിടുന്ന് ആരും ഇല്ലാത്തടത്ത് നിന്നെ ഇട്ട് കഴിഞ്ഞാൽ നീ സർവൈവ് ആവും. Will you survive if you are alone in some place? എടാ കുഞ്ഞെ, വീട്ടിൽ നിന്ന് ആരും വിശ്വാസത്തിൽ ഇറങ്ങിയില്ലെന്ന് പറഞ്ഞു നീ കരയൊന്നും വേണ്ട, നിന്നെ ദൈവം സർവൈവ് ചെയ്യിപ്പിക്കും. If you are a person alone in your ചിലരങ്ങനെ വിചാരിക്കുന്ന വേറെ ആരും ഇല്ലാത്തോണ്ട് ഒരു സുഖമില്ല. you might think that nobody from my family supports me. സർവൈവ് ചെയ്യാൻ കഴിയാത്ത സ്ഥലത്ത് A place you could not survive. ദൈവം നിന്നെ പരിശുദ്ധാത്മാവിൽ സർവൈവ് ചെയ്യിപ്പിക്കും. God will make you survive by the Holy Spirit. മാത്രമല്ല, നീ ഇന്നുവരെ ആരും കാണാത്ത റെവലേഷനകത്ത്, നീ വെളിപ്പാടിനകത്ത് നീ കയറിയിരിക്കും. Not only that, you will get into revelation no one has had. ചുമ്മാതാന്നോ അവിടുന്ന് നെല്ലിക്കാലെന്ന് മീനാറംകുന്നിലോട്ട് വന്നെന്ന് വിചാരിച്ചു ചുമ്മാ അവിടെ കയറിയിരുന്ന് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കാനെന്ന് വിചാരിച്ചല്ല. വെളിപ്പാട് വരണമെന്ന് ഇനി മീനാറംകുന്നില്. You need to get revelation. ആരുമില്ലെന്നല്ലേ പറയുന്നത്. ഞങ്ങളുടെ ചാർച്ചക്കാരില്ല, ബന്ധുക്കളില്ല, അയ്യോ മറ്റൊന്നുമല്ല, വിനീതയിലും ഉണ്ടായിരുന്നു, അവളും ഇല്ല ഇപ്പം. അവളും അത് തന്നെയാ പറഞ്ഞോണ്ടിരിക്കുന്നത്. അമ്മയിലും ഉണ്ടായിരുന്നു, ഇപ്പം അതും ഇല്ല. തയ്ച്ച് കളിച്ച് രസിച്ചോണ്ടിരിക്കാതെ വെളിപ്പാട് വരട്ടെ. May you have revelation. ഹല്ലേലൂയ. ചിലപ്പം തന്നെയാണെന്ന് തോന്നുമ്പം വിചാരിച്ചോണമേ നിനക്ക് വെളിപ്പാട് വരാൻ പോവാ. When you are alone is when you will get the revelation. ഒരിക്കലും വിചാരിച്ചാന്നോ, യോഹന്നാൻ വിചാരിച്ചാന്നോ ഇവിടെ കയറി വാ, ഒരു ശബ്ദം കേക്ക് 4-ാമത്തെ അധ്യായത്തിൽ, ഇവിടെ കയറി വരാന്. നീ അവിടെ കിടന്ന് ഈ എണ്ണയും എല്ലാം ഭയങ്കര പ്രശ്നത്തിനകത്ത്, ചക്രവർത്തിയും പട്ടാളക്കാരും എക്സൈലിൽ കിടന്ന് നീ ഇങ്ങനെ ഒറ്റപ്പെട്ടൊന്ന് കിടക്കണ്ടടാ, നീ കയറി വാടാ മോനെ. In chapter 4 verse 1, God says, come up here. കയറി വന്നു കഴിഞ്ഞാൽ ഞാൻ മേൽത്തരമായത് കാണിച്ചു തരാം. If you come up, I will show you great things. 2-ാം അധ്യായത്തിന് 9-ാം വാക്യം 13-ാം വാക്യം ഒക്കെ വായിക്കുന്ന പറഞ്ഞാൽ ഇവിടെ കാണുന്നത് ദൈവത്തിന് ഇതെല്ലാം അറിയാം. നിങ്ങൾ വിചാരിക്കല, നിങ്ങളുടെ അപ്പച്ചന്, സ്വർഗത്തിലെ അപ്പച്ചന് നിന്റെ ഏറ്റവും ഈസട്ട് അവൻ അറിയാം. Your heavenly Father knows everything. നിന്റെ അടിമുടി അറിയാവുന്നവനാ ഇവൻ. He knows head to toe. പരീക്ഷ എഴുതുന്ന പിള്ളേരോട് ഞാൻ പറയുകയാണെങ്കിൽ നീ ഓക്കുമെന്നല്ല കാണണ്ടേ, നീ ഉന്നതമായ മാർക്ക് വാങ്ങിക്കാൻ നീ കണ്ടോണം. Those who are writing exams, I want to encourage you, see that you're going to get മോളെ, excellent results. നിനക്ക് എവിടെയെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ നീ അതും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കരുത്. നിന്നെ നാഷണൽ ലെവൽ കർത്താവ് എഴുന്നേൽപ്പിച്ചു നിർത്തും. If you have missed something, don't look at it. God will raise you. ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന ഏതൊക്കെ പിള്ളേരെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നത്, നിനക്ക് സാധാരണ ഒരു ജയത്തിന് വേണ്ടിയല്ല നീ ആഗ്രഹിക്കേണ്ടത്, അസാധാരണമായതൊന്ന്. God will give you a supernatural victory. അതിനെ നീ ശബ്ദം കേൾക്കണ്ടേ, ഇവിടെ കയറി വാ, Come up here. കയറി വാ, ഞാൻ കാണിക്കാം. Come up here and I will show you. എത്ര നാളായി നീ മരുഭൂമിയിലാണെന്ന് കർത്താവിന് അറിയത്തില്ലേ? God knows that you have been in the wilderness. നിന്റെ നാവിൽ നിന്ന് ജീവന്റെ സമൃദ്ധി ഒഴുകണം. But from your tongue living നിങ്ങൾ water. പ്രാർത്ഥിക്കുമ്പോൾ 2 കാര്യങ്ങൾ പ്രത്യേകമായി കർത്താവേ, ദൈവരാജ്യത്തിന്റെ ധാരാളിത്തം എന്റെ ജീവിതത്തിൽ കാണണം. I want to see the abundance of the kingdom in my life. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണവും പാനീയവുമല്ല, പിന്നെന്തുവാ? പരിശുദ്ധാത്മാവിലെ നീതി, സമാധാന, സന്തോഷത്തിന്റെ ഒഴുക്ക് എനിക്ക് ഇതിനകത്ത് കാണണം. Kingdom of God is not eating and drinking, but righteousness, peace and joy in the Holy Ghost. 2-ാമത്തെ കാര്യം പറയണ്ടേ, എന്നിൽ നിന്ന് ജീവന്റെ സമൃദ്ധിയുടെ നദി ഒഴുകട്ടെ. Rivers of living water should flow out through me. ഞാൻ ഈ ദിവസങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന തലവേദന, എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന തോന്നി. I was feeling terrible headache. ഭയങ്കര തലവേദന, തല പൊട്ടിപ്പോണ, സ്പ്ലിറ്റിംഗ് ഹെഡേക്ക് എന്നൊക്കെ പറയത്തില്ല, തല പൊട്ടിപ്പോകുന്ന തലവേദന തോന്നി. I had splitting headache. മനസ്സിലായോ? എന്തൊക്കെയോ സംഭവിക്കുന്ന പോലെ തോന്നി. അതൊക്കെ ഒരു സൈഡിൽ കൂടെ നടക്കുമെങ്കിലും നമ്മൾ അതിന്റെ അപ്പുറത്തൊരു കാര്യം കാണുക. But we see something beyond it. അയ്യോ വയ്യായേ, വയ്യായേ, ആരും കേൾക്കുന്നില്ലല്ലോ. അയ്യോ 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 അയ്യോ. Instead of crying, I'm not ഇച്ചിരി well. കഴിയുമ്പോൾ ആരും ശ്രദ്ധിക്കുന്നില്ല. ഉയ്യോ അയ്യോ, ആരുമില്ലേ എന്നെ കേൾക്കാൻ? അയ്യോ, No one is hearing me. ചില ഭർത്താക്കന്മാർക്കുണ്ടല്ലേ ഇതിന്റെ ഏനക്കേടിന്റെ അങ്ങേയറ്റമാണ്. ഭാര്യ വന്ന് ഞെക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അതിനുവേണ്ടി അയ്യോ, പിന്നെ ഡബിൾ അയ്യോ അയ്യോ. അപ്പോഴത്തേക്ക് ചില ഷൈനീസിനെ പോലെയൊക്കെയുള്ള സ്നേഹങ്ങളല്ലേ, അച്ഛൻ എവിടെയാ വയ്യാത്തത്? ചില പുള്ളികളൊക്കെ എങ്ങനെയാണെന്നറിയാം, അവിടെ കിടന്ന് പറയട്ടെന്ന്, ചുമ്മാ വെറുതെ ഒരു കാര്യമില്ല. ഇതിപ്പോൾ എത്ര ആള് ലീലമാമ എന്തിനാ കുനിഞ്ഞു കിടന്നിരിക്കുന്നത്? ഞാൻ അവിടുത്തെ കാര്യം പറഞ്ഞേ ഇല്ല.
ചുമ്മാ അവിടെ രാവിലെ തൊട്ട് ഞാൻ ഇടയ്ക്ക് ആ ചാരികസര കിടന്ന് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നൊരാൾ ചോദിക്കുക, ഇങ്ങനത്തെ അസുഖം എത്ര നാളായി തുടങ്ങിയിട്ടെന്ന്. ഞാൻ വേറെ ഏതാണ്ടെന്ന് വിളിച്ചത്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എനിക്കായി ഉള്ളവനെ. വേറെ വല്ലവരും വിളിക്കുന്നതിനേക്കാൾ നല്ല കാര്യമല്ലേ? എനിക്കായൊരുത്തമ, അതല്ല കേട്ടോ, നമ്മളാ ദൈവത്തിന്റെ സമ്പത്ത്. We are God's treasures. ഒരാളിങ്ങനെ ഈ പാട്ട് എഴുതി വെച്ചു, നമ്മൾ ദൈവമാ സമ്പത്ത് എന്ന് പറഞ്ഞു നടക്കും. അല്ല, We are thinking that നമ്മൾ God is our we are treasure. his treasures. But we are God's treasures. നമ്മൾ നോക്കിയാ ദൈവത്തിന്റെ സമ്പത്താ നമ്മൾ. അതുകൊണ്ടല്ലേ നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് പിടിച്ചേക്കുന്നത്. We are God's രക്തത്താൽ, treasures. ദൂതന്മാരാൽ, ഹെഡ്സ് ഓഫ് പ്രൊട്ടക്ഷൻ ഒക്കെ നിങ്ങൾ പറയത്തില്ലേ, That's why we are വേലി protected കെട്ടി by the blood. നമ്മളെ സൂക്ഷിച്ചതിന്റെ കാര്യം നമ്മളല്ലേ സമ്പത്ത്. That is why we are protected by the blood and with the angels. ഹല്ലേലൂയ. Hallelujah. ജീവന്റെ സമൃദ്ധി ഒഴുകാൻ വേണ്ടി ആഗ്രഹിക്കണം. Let rivers of living water flow through us. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത്, നമ്മുടെ ഇവിടെ അടുത്ത ദിവസം വരും, ഇവിടെ ജെഫി ആന ബാംഗ്ലൂരിൽ നിന്ന് വരും. ജെഫി താമസിക്കുന്ന വീടിന് അവിടെ 3-4 വീടുകളേ ഉള്ളൂ. അവരുടെ റോഡ് മൊത്തം മോശപ്പെട്ട് കിടക്കും. കാര്യം ഇവരുടെ സ്കൂട്ടർ കയറി പോലെ ചള്ള ഇതെല്ലാം അവിടെ റോഡ് ഒരിക്കലും അവർ ടാർ ചെയ്യത്തില്ലെന്ന് അറിയാം. കാര്യം എന്ന് പറഞ്ഞാൽ ഒത്തിരി വീടുകൾ വന്നാലേ അത് ടാറിങ്ങിലേക്ക് പോകത്തുള്ളൂ. പക്ഷെ എല്ലാ ദിവസവും ജെഫി ഇരുന്നുകൊണ്ട് പറയും, റോഡിനെ നോക്കിയിട്ട് പറയും, ജീവൻ ഈ റോഡിൽ ഒഴുകട്ടെ, ജീവന്റെ സമൃദ്ധി ഒഴുകട്ടെ, ഈ റോഡിന്റെ മേൽ ജീവൻ വരട്ടെ. ഇങ്ങനെ പറഞ്ഞു റോഡ് മൊത്തം ടാറായി. Jeffy and Anna from Bangalore. നീ നടക്കത്തില്ലെന്ന് പറയും, കർത്താവ് നടത്തി തരും. God will do the impossible. ഉണങ്ങിയ മരത്തെ നോക്കിയിട്ട് പറയാൻ, ജീവന്റെ സമൃദ്ധി ഒഴുകട്ടെ. Look at a dry tree and say abundant flow. ട്രൈഡ് ഉണങ്ങിപ്പോയത് ഉടനെ പൊട്ടിക്കളിക്കുന്ന കാണാം. You will see it's breaking forth. ആശ്രയത്തിനെ പറഞ്ഞാലേ വീട്ടിൽ പോയച്ചു നോക്കാം, ഉണക്കിയിട്ട് നോക്കല്ലോ. അവിടുന്ന് ഇവിടുന്നെല്ലാം ഒടിച്ചോണ്ട് വന്നേച്ചോ ഉണക്കിയിട്ട് പാസ്റ്റർ പറഞ്ഞതുപോലെ കളിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കാത്തതിന്റെ കുഴപ്പമില്ലേ? അത് എല്ലായിടത്തും പോയി ഓടിച്ചോണ്ട് വരും. ഈ ഡാനിയൊക്കെ ഈ വീട്ടിൽ കുഴപ്പം, ഇത് ഒടിക്കട്ടെ ആൻറ്റി, ഇതുകൂടെ ഒടിക്കട്ടെ ആൻറ്റി, അതുകൂടെ ഒടിച്ചോ ഡാനി, മൊത്തം ഒടിച്ചേച്ച് എന്ത് ചെയ്യും? ട്രൈഡ് പ്ലാന്റ് കളക്ഷനാണ് ഇപ്പോൾ. അതേ നോക്കിയിട്ട് ജീവൻ വരട്ടെ എന്ന് പറഞ്ഞ കർത്താവ് പറയും, ഒരു ജീവനും വരാൻ പോകുന്നില്ല. സംസാരിക്കുമ്പോൾ എന്തൊക്കെ പറയണം? ഇന്നോട്ട് സംസാരിക്കുമ്പോൾ എന്തൊക്കെ പറയണം? ദൈവരാജ്യത്തിന്റെ ധാരാളിത്തം. Speak the abundance in the kingdom of ദൈവരാജ്യത്തിന്റെ abundance in the മോനെ kingdom of ഷെയറും God. സ്റ്റോക്കും ഒക്കെ താഴോട്ടൊക്കെ പോകും. ദൈവരാജ്യത്തിന്റെ ധാരാളിത്തം മറ്റേ തന്നെ ഉള്ളായിരുന്നു. ഇപ്പൊ ഒത്തിരി പേരെ കൂടെ കയറ്റി അതിനകത്തിട്ടുണ്ട്. ദൈവരാജ്യത്തിന്റെ ധാരാളിത്തം എന്താ പറയണം? Let the abundance in the kingdom of God. ഈ സാധ്യതകളുള്ളപ്പം സാധ്യത പറയാൻ എളുപ്പമാണ്. ഒരു സാധ്യതയും ഇല്ലാത്തപ്പോൾ അസാധ്യമായതിന്റെ മധ്യത്തിൽ സാധ്യത പറയാൻ പറ്റും. In the midst of impossibility, can you speak possibility? അതുകൊണ്ട് നമ്മളെ ആവർത്തന പുസ്തകം 2:24 ആദ്യം വായിച്ചിരുന്ന, രാജാവിനെയും അവന്റെ ദേശത്തെയും നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ ഇപ്പൊ ഏറ്റെടുക്കാൻ തുടങ്ങിക്കോണം. That is why it says in Deuteronomy 2:24. കാര്യം കർത്താവ് അനുകൂലമായിട്ട് നീ പ്രവർത്തിക്കുമ്പോൾ നീ അതിനെ സ്വീകരിക്കാം. When the Lord is beginning to work, ഞാൻ you പറഞ്ഞ് receive അവസാനിപ്പിക്കട്ടെ. it. 1 Corinthians 15:58. 1 Corinthians 1 Corinthians 15:58. 15:58. നിങ്ങൾ ഉറപ്പുള്ളവരും, പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും. നിങ്ങൾ എങ്ങനെയൊക്കെ ഇരിക്കണം? നിങ്ങൾ ഉറപ്പുള്ളവരും, കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നും അറിഞ്ഞിരിക്കുക. കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരായിരിക്കണം. 2 ആഴ്ച ഞാൻ ചർച്ചിൽ പോയില്ലേ, ഇനി 3 ആഴ്ച പോവാതിരിക്കാം. അങ്ങനല്ല. Be steadfast, immovable, always abounding in the work of the Lord. എല്ലാ ആഴ്ചയിലും ചെന്നാൽ പാസ്റ്ററിനെ ആയിരിക്കും, ഒരു പണിയുമില്ല. Every week should I go to church? ചിലരുടെ വിചാരം അങ്ങനെയാണ്, എല്ലാ ആഴ്ചയിലും പള്ളി പോകുന്നതുകൊണ്ട് കുഴപ്പം പോലെ കുറവില്ല. Some people think every week going to church is not right. അതിലൊക്കെ നിങ്ങൾ കത്തോലിക്കാരെ കണ്ടുപിടിക്കണം. അതൊക്കെ പള്ളി പോകും. ഒന്നുമില്ല, ഹിന്ദുക്കളെ കണ്ടുപിടിക്കും. അവർക്ക് വെളുപ്പിനെ എഴുന്നേറ്റ് കുളിച്ചിട്ട്, നമ്മൾ കുളിക്കൊന്നും വേണ്ട, അല്ലേലും പള്ളി വരണ്ടേ? Look at the Hindus, look at Catholics, how they are regular in going to church and temple. മുസ്ലിംസ് കണ്ടില്ല, നെഞ്ചൊക്കെ അടിച്ചു എന്തോരം എല്ലാം ചെയ്ത് അവന്റെ അറിവിനകത്ത് ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ ഒന്നും ചെയ്യണ്ട. നെഞ്ചു അടിച്ച് പൊട്ടിക്കണ്ട, ഒന്നും ചെയ്യണ്ട. How Muslims സമയാകുമ്പോഴേലും ഒന്ന് വരണ്ടായോ? at least come on time to church. ഇല്ലേ?
എന്തോ ചെയ്യും നമ്മൾ? 2 ആഴ്ച വരും, 4 ആഴ്ച വരത്തില്ല. 2 weeks you come, 4 weeks you don't പിന്നെ come. നമുക്ക് അങ്ങനെ വരാതിരിക്കുമ്പോൾ നമുക്ക് ഓരോന്നും ഇങ്ങനെ തോന്നും. നമ്മുടെ ബുദ്ധിക്കകത്തൂടെ ഏതാണ്ടൊക്കെ ഇങ്ങനെ വണ്ട് മൂടുന്ന ഏതാണ്ടൊക്കെ നമുക്ക് തോന്നും. And then we keep hearing കഴിഞ്ഞ voices ആഴ്ച in our പഠിപ്പിച്ച head. പഠിപ്പീര് ശരിയല്ല ഒക്കെ തോന്നും. അങ്ങനെ The സ്ഥിരമായിട്ട് teaching കേട്ടില്ലെങ്കിൽ ഏത് last പഠിപ്പീരാ week ശരി? was not right. മൊത്തം ഞാനേ ശരിയല്ല, പിന്നെ അങ്ങനെ പഠിപ്പീര് I ശരിയാ? myself am not right. അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. You might think that way. സ്ഥിരമായ നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും Therefore, be steadfast. നിങ്ങളുടെ പ്രയത്നം immovable. കർത്താവിൽ. എവിടെ പ്രയത്നം? കർത്താവിൽ. Where is your labor? In വ്യർത്ഥമല്ല God. എന്നും അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം? കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരായി തീരണം. Knowing that your labor is not in the vain, be abound in the work of the Lord. അവസാനത്തെ വാക്കാണ്, കാതലായ വാക്ക്. കർത്താവിന്റെ വേലയിൽ എപ്പോഴും എന്ത് ചെയ്യണം? Abound in the work of the Lord. കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരണമെന്ന്. എല്ലാ ദിവസവും ഒരു കാര്യമല്ല ചെയ്യുന്നത്, വർദ്ധിച്ചു വരുന്ന പ്രവൃത്തി നീ ചെയ്യണം. You must do abounding work in the Lord. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ അവകാശങ്ങളെ ഏറ്റെടുക്കുവാനുള്ള ഉൾക്കരുത്തുണ്ടാകത്തുള്ളൂ. Only then you will be able to inherit your blessings. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഉറപ്പുള്ളവരായിട്ടിരിക്കണം, Be steadfast, കുലുങ്ങാത്തവരായിരിക്കണം. immovable. പ്രയത്നം കർത്താവിനാ സംഭവിക്കുന്നത്. Labor happens in the Lord. അതുകൊണ്ട് നത്തിങ് വിൽ ഷേക്ക് യു. നിന്നെ ഒന്നിനും പിടിച്ചു കുലുക്കാൻ ഒക്കത്തില്ല. Then nothing will be able to shake you. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ എന്റെ ഫോക്കസ് എന്ന് പറയുന്നത് കർത്താവിന്റെ വേല എന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങളിൽ ഞാൻ വർദ്ധിച്ചു വരും. I will abound in the work of the Lord. He is assigned to me. പാസ്റ്റർ സുനിലെ അന്ന് ഈ പറയുന്നത് പോലെ ചുമ്മാ ഒരു ചർച്ചിൽ പോയതല്ലേ? ഇല്ലേ? ചുമ്മാ ഒരു ചർച്ചിൽ പോയതല്ലേ? അവിടെ പോയി 2 പാട്ടൊക്കെ പാടി അല്ലേ? അവസരം കിട്ടിയപ്പോൾ 2 വാക്ക് സംസാരിച്ചു. ഇന്ന് അവിടെ ഒരു സ്ഥലത്തിന്റെ അവിടുത്തെ ഒരു കോൺഗ്രിഗേഷനെ നയിക്കുവാനുള്ള നേതൃത്വത്തിലേക്ക് വന്നത് എന്തോന്നറിയാം? ഉറപ്പുള്ളവരും ധൈര്യമുള്ളവരുമായിട്ടിരുന്നു. Because Pastor Stone എത്ര പരാതികൾ steadfast. അല്ലേ? എത്ര അപമാനങ്ങൾ, എത്ര പരാതികൾ, എത്ര പേരുടെ എതിർപ്പുകൾ വന്നിട്ടില്ലേ? How much പക്ഷെ അതിന്റെ oppositions. അപ്പുറത്തായി നമ്മൾ കണ്ടൊരു കാര്യം അറിയാം. കർത്താവിന്റെ വേല. We saw something beyond it. കർത്താവിന്റെ വേല അത് വ്യർത്ഥമല്ലെന്ന് മനസ്സിലായി. We realize it's not in vain. എല്ലാം അറിയാമായിട്ടാന്നു, Not because we know everything. ഒന്നുമല്ല. പക്ഷെ കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാനുള്ള ഒരു ഹൃദയത്തെ ഡെവലപ്പ് ചെയ്തു. God gave us a heart to abound in the work of the Lord. ഹല്ലേലൂയ. Hallelujah. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം.